ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി കേന്ദ്രമാക്കി ആധ്യാത്മിക ഗ്രാമം എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി വളരെ വർഷങ്ങളായി ആധ്യാത്മികതയുടെ വേരുകൾ ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിലടക്കം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിതറിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ചൈതന്യം സ്വാമി ഉദിത് ചൈതന്യ പൂജനീയ സ്വാമികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാമായണത്തിൻ്റെ മഹിമയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ ഉദ്ബോധിപ്പിക്കാൻ സ്വാമി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ആദരവോടും കൂടി സ്വാമിയെ ഈ സത്കർമ്മത്തിലേക്ക് ക്ഷണിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താവിന്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ എനിക്ക് ആഗ്രഹിക്കുക ആദരണീയനായ ശ്രീ അനിൽജി, അതുപോലെ തന്നെ ഇവിടുത്തെ സേവാഭാരതി, അതുപോലെ വിശ്വപരിഷത്ത് സംഘ പ്രവർത്തകർ, ഇവരുടെ കുടുംബാംഗങ്ങളും ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തും ഒരു ശക്തിയുമായ ആ കാലഘട്ടത്തിലെ ധീവര സമൂഹത്തിൻ്റെ നേതാവായ കുഹനെ പോലുള്ള ആ മഹത് വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ധീവര സമുദായത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. ജനുവരി 22 ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നമ്മുടെ ആദരണീയനായ ബഹുമാന്യനായ ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിജി വ്രതത്തിലാണ്. 12 ദിവസത്തെ വ്രതത്തിലാണ്. നിലത്ത് കിടക്കുക, അതുപോലെ തന്നെ ഇളനീര്, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെയൊക്കെ ഒരു തപസ്സിലൂടെ ശ്രീരാമ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുമ്പോൾ ഭാരതം മുഴുവൻ അതിൻ്റെ മാറ്റൊലി കൊള്ളുകയാണ്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഓരോ കാറിൻ്റെയും മുന്നിൽ ശ്രീരാമൻ്റെ ചിത്രമാണ് കൊടി വെച്ചുകൊണ്ടും ഓരോ സ്ട്രീറ്റിലും ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ വെച്ച് ചെറിയൊരു പന്തലൊക്കെ കെട്ടി അവിടെ 22-ാം തീയതി അന്നദാനം, വിപുലമായ അന്നദാനം, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുമ്പോൾ കേരളം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പുറകിലാണോ എന്ന് തോന്നും. എങ്കിലും കേരളം ഏറെ മുന്നിൽ തന്നെയാണ്. നമ്മൾ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാമപ്രതിഷ്ഠ. എന്താണ് ഇത്ര അധികം ഒരു പ്രാധാന്യം രാമന് കിട്ടിയിട്ടുള്ളത്? എന്താണ് രാമന്റെ ഒരു മഹത്വം? കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ലായിരിക്കും. കാരണം കേരളം ഒരു പ്രബുദ്ധതയുടെ നാടാണെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വികലമായ പ്രബുദ്ധതയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കാണണം, നമ്മുടെ ആദരണീയ ചിത്രാനി ഒരു രാമനാമം ജപിക്കണം, എല്ലാവരും 22-ന് 12-20 രാമനാമം ജപിക്കണം. അതേപോലെ വൈകുന്നേരം മടപ്പുറത്ത് അവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം, ഇത് നമ്മൾ കാണുമ്പോൾ ഇതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളീയരായ നമുക്ക് രാമന്റെ മഹിമയും രാമക്ഷേത്രത്തിന്റെ മഹത്വവും മനസ്സിലാവാത്തവരാണ്. മനസ്സ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന എപ്പോഴും കൺഫ്യൂസ്ഡ് മൈൻഡിനെയാണ്.
അറിവുള്ള മനസ്സിനെ, ബോധമുള്ള മനസ്സിനെ, ഉറപ്പുള്ള മനസ്സിനെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇളക്കമുള്ള മനസ്സിനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക. എനിക്കിന്ന് ഇളകുന്നപ്പോഴുള്ള ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ സ്കൂളിലേക്ക് എത്തണം. ഇന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ്, അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. എന്നാൽ ഉറപ്പുള്ള ഒരാൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഉറപ്പുള്ള ആൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമുക്ക് ആ ഉറപ്പാണ് വേണ്ടത്. നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഉറപ്പ്. എന്താണ് രാമായണം? എന്താണ് രാമനും? എന്തിനാണ് നമ്മുടെ ഈ ക്ഷേത്രവും? എന്തിനാണ് ഇതിന് ഇത്രയും പ്രചാരവും? ഇത് ഒരു ഇലക്ഷൻ എന്ന രീതിയിലാണ് പലരും ദുർവ്യാഖ്യാനിച്ചത്. ഇലക്ഷന്റെ പട്ടു നടക്കും. ഇലക്ഷൻ അല്ല നമ്മുടെ ഏറ്റവും മുഖ്യം, നമ്മുടെ സംസ്കൃതിയാണ്. ഇപ്പൊ രാമൻ എന്നൊരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അതിന് പല തലങ്ങളിലുള്ള അർത്ഥങ്ങളുണ്ട് നാം മനസ്സിലാക്കണം. നമ്മുടെ ഹിന്ദു സമൂഹം പലപ്പോഴും ഉണ്ടല്ലോ, ഇതര മതങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെ കാണുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ ഒരിക്കലും അങ്ങനെ കാണരുത്. ഇതര മതങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ അല്ല കാണുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത, അതിലൊരു ചരിത്രമുണ്ട്, അതിലൊരു കഥയുണ്ട്. എല്ലാം ചരിത്രമാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല. അതിൽ കഥയുണ്ട്. കുറച്ച് ചരിത്രത്തെ ഒരു സ്റ്റോറിയാക്കി മാറ്റണമെങ്കിൽ അതിൽ കുറച്ച് കഥ ആഡ് ചെയ്യണം. അപ്പോ അങ്ങനെ ഒരു കഥയുണ്ട്. അതേപോലെ തന്നെ അതിൽ തത്വമുണ്ട്. തത്വം എന്നൊരു വാക്ക് മറ്റു മതഗ്രന്ഥങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുക. ഇവിടെ തത്വമുണ്ട്. ഈ തത്വത്തെയാണ് ഇന്ന് നമുക്ക് ഇത്തരം കൃതികളിൽ നിന്നെടുത്ത് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ത്രേതായുഗത്തിൽ രാമൻ അവതരിച്ച് ആ രാമന്റെ ജീവിതത്തിലുണ്ടായ പല സങ്കീർണതകളും, അന്ന് ശ്രീരാമസ്വാമി കാണിച്ചു തന്ന ഒരു ധർമ്മ വ്യവസ്ഥയും, അന്ന് ശ്രീരാമസ്വാമി അധർമ്മത്തിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്ത കഥയും, ഇതൊക്കെ നമുക്ക് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമനെ ശ്രീരാമസ്വാമി വാൽമീകി മഹർഷി പ്രതീക്ഷിക്കുന്നത് വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ. അങ്ങനെ ഒരു ധർമ്മം എന്നൊരു വാക്ക് ഭാരതത്തിന് മുഴുവൻ അറിയപ്പെട്ടത് ശ്രീരാമസ്വാമിയുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ആ ഒരു അവതാരത്തിന് ശേഷമാണ് കൂടുതൽ പ്രചരിക്കപ്പെട്ടത്. ഈ ധർമ്മം, ഈ വാക്ക് വളരെ പ്രധാനമാണ്. ധർമ്മം ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു ശബ്ദമാണ്. ഇത് എല്ലാവരും ഉറക്കെ പറയുന്നത് ധർമ്മം. ഉറക്കെ പറയൂ. ധർമ്മം ഉറക്കം കൂടി പറയും. ഈ ധർമ്മം എന്താണെന്ന് നമുക്ക് അറിയില്ല. സത്യത്തിൽ നമുക്ക് ആകെ അറിയുന്നത് ചൊവ്വാഴ്ചകളിൽ വരുന്ന ധർമ്മക്കാരെ മാത്രമേ അറിയുള്ളൂ. പണ്ടൊക്കെ ഈ പിച്ചെടുക്കാൻ വരുന്നവരെ നമ്മൾ വിളിക്കുന്നത് ഇവിടെ എന്താ പറയാറില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ധർമ്മക്കാരെന്ന്, ഇവിടെ എങ്ങനെ പറയും അല്ലേ? അങ്ങനെയും പറയും, ധർമ്മക്കാരെന്ന് പറയും. ഈ ധർമ്മം എന്നൊരു വാക്കിന്റെ ഒരു അർത്ഥം നമ്മൾ കൊടുത്ത് പിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാം അവന്റെ ധർമ്മമാണ്, അവളുടെ ധർമ്മമാണ്, അങ്ങനെയാ പറയല്ലേ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ ധർമ്മമാണ്, അങ്ങനെയാണ് കടമ എന്നുള്ളത് തന്നെയാണ്. ആണോ അല്ലയോ? ഇതിനൊക്കെ അപ്പുറത്ത് അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥ തലങ്ങളെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഋഷിവര്യന്മാർ. ഇപ്പൊ രാമൻ ധർമ്മത്തെ പ്രതിഷ്ഠിച്ചു, അധർമ്മത്തിനെതിരെ ശക്തമായി പോരാടി. അങ്ങനെ നമുക്ക് രാമന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ ശ്രീരാമസ്വാമിയിൽ നമ്മൾ കാണുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ രാമായണത്തെ കുറിച്ച് മുഴുവൻ പറയാൻ പോയ സമയമുണ്ടാകില്ല. ശ്രീരാമസ്വാമി എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടു നടന്നത്? ഇന്നത്തെ നമ്മുടെ തലമുറകൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീരാമസ്വാമി എങ്ങനെയാണ് ഒരു ജീവിതത്തെ കൊണ്ടു നടന്നത്? അത് കേവലം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചതല്ല, എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു മഹാവതാര പുരുഷനായിരുന്നു രാമൻ. അത് നമുക്ക് കാണാം. ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഗുഹനെയാണ് അല്ലേ സ്വീകരിക്കുന്നത്. ആണോ അല്ലയോ? ഗുഹൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ധീവര സമൂഹത്തിന്റെ അന്നത്തെ തലവനായിരുന്നു. ആര്? ഗുഹനാണ് നൗകയൊക്കെ ഏർപ്പാടാക്കുന്നത്, തോണി ഏർപ്പാടാക്കുന്നത്. അപ്പൊ തോണി ഉണ്ടെങ്കിൽ തീർച്ചയായും അന്ന് മത്സ്യമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചെയ്തിട്ടുണ്ടാവും. ആണോ? അന്ന് കടത്താനൊക്കെ വളരെ കുറച്ച് ആളുകളേക്ക് അക്കരയ്ക്കലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ അന്ന് മത്സ്യം അവർ പിടിച്ചു കാണും. അപ്പൊ അന്നത്തെ ഒരു വലിയൊരു സുഹൃത്ത് ഇതാണ് ഗുഹൻ എന്നൊരു സുഹൃത്ത്.
അന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വീകരണം എടുത്തുകൊണ്ട് അന്ന് അവിടെയാണ് കടന്നുറങ്ങുന്നത്. ആണോ ഗുഹന്റെ അടുത്തല്ലേ കടന്നുറങ്ങുന്നത് ആദ്യത്തെ ദിവസം. പിന്നെ ഗുഹനാണ് തോണി തയ്യാറാക്കുന്നതും അവിടുന്ന് തുടർ യാത്രയും പിന്നെ ചിത്രകൂടത്തിലൊക്കെ പോകുന്നത്. അപ്പൊ പലരുമായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ബന്ധം ഒരു പക്ഷിശ്രേഷ്ഠനായ ജടായു, അതുപോലെ വാനരന്മാര് ഉണ്ടോ? പറയൂ. വാനരന്മാര്, കാട്ടിൽ വസിക്കുന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട ശബരീദേവി ഉണ്ടോ ഇല്ലയോ? അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, രാക്ഷസ വംശത്തിൽപ്പെട്ടവരാണെങ്കിലും ധർമ്മബോധമുള്ള സത്യസന്ധമായ സംസ്കാരമുള്ള വിഭീഷണൻ തുടങ്ങിയിട്ടുള്ളവര്, ഇങ്ങനെ സമൂഹത്തിൽ ഏത് തട്ടിലായാലും ശരി ധർമ്മബോധമുള്ളവരുമായി രാമന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു സമൂഹത്തിലാണ് പരസ്പരമായ സ്നേഹവും പരസ്പരമായ ഐക്യവും ഒരു ഉയർച്ചയും ഉള്ളത്. ആണോ? ഇത് ഉണ്ടാക്കാൻ സാധിച്ച അവതാരമൂർത്തിയാണ് ആര്? രാമൻ. ഇപ്പൊ രാമന്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് രാജ്യത്തിന്റെ തലത്തിൽ നോക്കുകയാണെങ്കിൽ അയോധ്യയിലെ ജനങ്ങൾ രാമനെ സ്നേഹിച്ചിരുന്നു. ഉണ്ടോ? തീർച്ചയായിട്ടും രാമനെ സ്നേഹിച്ചത് കേവലം അവതാര പുരുഷനായതുകൊണ്ടല്ല. രാമൻ ജനങ്ങളെ അത്രമാത്രം സേവിച്ചു കാണും, സഹായിച്ചു കാണും. രാമൻ ജനങ്ങളുടെ ക്ഷേമം നോക്കി കാണും. ആണോ? ജനങ്ങൾ രാമന്റെ കൂടെ പോയി എന്നാണ് കാട്ടിലേക്ക്, ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടോ? രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ജനങ്ങൾ പിന്നാലെ പോയി എന്നാണ്. കാരണം ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല രാമന്റെ വേർപാട്. ആണോ? ഈ ഒരു ബന്ധം രാമൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികളൊക്കെ നോക്കണം. ഇന്നിപ്പോ ജനങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കാലമാണ്, അല്ലെ? ശരിയല്ലേ? അല്ലെ? ജനങ്ങളുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ, ജനങ്ങളുടെ ക്ഷേമം നോക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു ഭരണാധികാരികളെ ജനങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാമന്റെ പിന്നാലെ അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അന്ന് രാമൻ നല്ലൊരു ഭരണാധികാരി ആയിരിക്കും? പറയൂ നിങ്ങൾ. ജനങ്ങൾ പിന്തുടരുന്ന ഒരു ഭരണാധികാരിയായ രാമന്റെ പിന്നാലെ ജനങ്ങൾ പോകുന്നു. അപ്പൊ അങ്ങനെ രാമൻ കാട്ടിലേക്ക് പോകുന്നു. പിന്നെ അവിടെയുള്ള രാമന്റെ പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ. പിന്നെ രാമൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ധർമ്മത്തെ സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ മുനിമണ്ഡലത്തിന് വേണ്ടി ആസുരിക ശക്തികളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് രാമൻ, അല്ലേ? ഒരു 2-3 കാര്യങ്ങൾ രാമനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു രാജാവ് എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കണം, കർമ്മനിരതനായിരിക്കണം. ജനങ്ങളുടെ കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? ഒരു ഭരണാധികാരിക്കുണ്ടാവണം. ഉത്തമ ഭരണാധികാരി ജനങ്ങളുടെ ക്ഷേമം നോക്കുന്ന ആളായിരിക്കണം. ഇപ്പൊ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭക്ഷണം വേണം, കാർഷിക വൃത്തി, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലായിടത്തും എത്ര നിരക്കിൽ കച്ചവടം തുടങ്ങിയ വ്യവസായം ഉണ്ടാവണ്ടേ? പലതും അങ്ങനെ പല കാര്യങ്ങളും ആ നാട്ടിൽ ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ, രാമന്റെ അയോധ്യയില് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം നടക്കുന്നതിന് വേണ്ടി പൂക്കളൊക്കെ എത്തി, പലതും പല സ്ഥലങ്ങളിലും വാഹനങ്ങളിൽ എത്തി എന്നൊക്കെയാണ് വാൽമീകി മഹർഷി പറയുന്നത്. അപ്പൊ അന്ന് അത്രയും പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ടാവും. അന്ന് പച്ചക്കറി നല്ലോണം അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തവരുണ്ട്. അത് കൊണ്ടുവരാനുള്ള വ്യവസ്ഥയുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു സമ്പൽ സമൃദ്ധമായ രാജ്യത്തെ അന്ന് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രീരാമസ്വാമി ശ്രീരാമസ്വാമി അവരുടെ പിന്തുണക്കാർ വേണ്ടവർ ചെയ്തത് കൊണ്ടല്ലത്. ആണോ? അത് കഴിഞ്ഞ് രാമനിൽ പ്രത്യേകിച്ച് ജനങ്ങൾക്കൊരു വലിയൊരു വിശ്വാസവും, എന്ന് മാത്രമല്ല രാമനിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കൈകേയി രാമനിൽ നിന്നും ഭരതനിലേക്ക് തട്ടിപ്പറച്ചെടുത്ത് ഭരതനെ ചക്രവർത്തിയാക്കി രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ അത് ഉൾക്കൊണ്ടില്ല. അവിടുത്തെ മന്ത്രിമാരും അത് ഉൾക്കൊള്ളില്ല. ഗുരുവായ വസിഷ്ഠനും അത് ഉൾക്കൊണ്ടില്ല. അത് തീർത്തും അനീതിയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് രാമനോട് ഇത്രയും ഒരു താല്പര്യം വന്നിട്ടുണ്ടാവുന്നത്? അത് കേവലം ഒരു ദൈവം എന്നുള്ള നിലയ്ക്കല്ല. നമ്മൾ കേരളീയർ കൂടുതൽ രാമനെ കാണുന്നത് ഒരു ദൈവരൂപത്തിലാണ്. എന്നാൽ വാൽമീകി മഹർഷി രാമനെ ചിത്രീകരിച്ചത് ഒരു പച്ചയായ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ രാമൻ ഉണ്ടാക്കിയ സ്ഥാനം തന്നെയാണ് ജനങ്ങൾക്ക് രാമനോട് ഇത്രയധികം ബഹുമാനവും ആദരവും ഉണ്ടാവാൻ കാരണം. ആണോ? ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി, ചുറ്റുപാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നാം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാലേ, മറ്റുള്ളവരെ കരുതലുള്ളവരായാലേ സമൂഹം നമ്മളെ കരുതുള്ളൂ. ആണോ? രാമായണത്തിന്റെ ഒരു തീം തന്നെ അതാണ്.
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുന്നേ വരൂ. സമൂഹത്തിന് വേദന ഉണ്ടാക്കി, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി, ചുറ്റുപാടിന് പ്രയാസങ്ങൾ ഉണ്ടാക്കി ജീവിച്ച രത്നാകരനോട് ഭാര്യ പറയുന്ന വരികളാണ്. നാളെ ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഒരു മനുഷ്യൻ നിങ്ങളോട് ഉണ്ടാവില്ല. കാരണം സമൂഹത്തിന് നിങ്ങൾ ചുറ്റുപാടിന് കഷ്ടപ്പാടുകളാണ് കൊടുത്തത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ നാം ചെയ്തതൊന്നും അങ്ങനെ വെറുതെ ആവില്ല. ഇപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഇത് ശ്രീരാമസ്വാമിക്ക് സാധിച്ചു എന്നതാണ്. അതാണ് രാമായണത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ശ്രീരാമസ്വാമിക്ക് ചെറുപ്പത്തിൽ തന്നെ സത്സംഗ സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ തലമുറകൾക്ക് ഇല്ലാതെ പോയതും അതാണ്. കുട്ടിക്കാലത്ത് തന്നെ സത്സംഗ സംസ്കാരം, കുട്ടികളിൽ ഒരു ആത്മീയ സംസ്കാരം. എന്താണ് ഈ ആത്മീയത എന്ന് പറയുന്നത്? നമ്മൾ മറ്റു മതങ്ങളുടെ തലത്തിലാണ് ഇതൊക്കെ നോക്കിക്കണ്ടത്. മറ്റു മതങ്ങളുടെ തലത്തിലെ ഹിന്ദു മതത്തെ നോക്കരുത്. മറ്റു മതങ്ങളൊക്കെ ദൈവത്തിന്റെ മതങ്ങളാണ്. നമ്മുടേത് ദൈവത്തിന്റെ മതമല്ല, നമ്മുടേത് ആത്മീയതയാണ്. എന്താണ്? എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞ സ്വാമി ആധ്യാത്മിക ആചാര്യൻ, ആത്മീയ ആചാര്യൻ. എന്താണ് ആത്മീയ ആചാര്യൻ? നിങ്ങൾ നോക്കൂ, മറ്റു മതങ്ങളിലൊക്കെ പറയുക ദൈവത്തിന്റെ എന്താണ് പ്രവാചകനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളാണ്. ഹിന്ദു സന്യാസിമാരെ എപ്പോഴും പരിചയപ്പെടുത്ത ഏത് വിധത്തിലാണ്? ആത്മീയ ആചാര്യന്മാരാണ്. എന്താ ആ വാക്കെന്ന് പറയുക എല്ലാവരും? എന്താണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? ആത്മീയത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹിന്ദുക്കൾക്കുള്ള ഒരു വലിയ പ്രശ്നം അറിയാം, നമുക്ക് വലിയ വിവരമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ തലയിൽ കയറുന്നത്. ലേശം വിവരം ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറില്ല. നമ്മൾ അതാണ് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത്. വേണ്ടേ? പറയും. അത് മറ്റുള്ളവർക്കൊക്കെ എന്താ ഗുണം കണ്ടിച്ചാൽ അവരുടെ ഗ്രന്ഥങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കാൻ അവർക്ക് വ്യവസ്ഥയുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം സമൂഹത്തിന് കൊച്ചു നാള് മുതൽ അവർക്ക് അവരുടെ മതഗ്രന്ഥം പഠിക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഉണ്ടോയോ? എന്ന് മാത്രമല്ല, നമ്മൾ ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, നമ്മൾ കൊടുക്കുന്ന ടാക്സിലെ പണം പോലും അവരുടെ ക്ഷേമനിധികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അറിയിലേക്ക്. മദ്രസ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഞാനും നിങ്ങളും കൊടുക്കുന്ന ഈ ടാക്സിന്റെ ഒരു ശതമാനം അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ? അറിയുന്നവരുണ്ടോ ഇല്ലയോ? അറിയാത്തവർ എത്ര പേരുണ്ട്? എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ക്ഷേമനിധി ഉണ്ട്. നമ്മുടെ ആൾക്കാർക്ക് അറിയില്ലത്. അറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ക്ഷേമനിധി ഉണ്ട് അവർക്ക്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഇതിന് മുമ്പുള്ള ഒരു അവിടുത്തെ എന്താ പറയാ സെക്രട്ടേറിയറ്റ് അവിടെ നടന്ന ഒരു കാര്യം, അസംബ്ലിയിൽ നടന്ന ഒരു കാര്യം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജലീലിന്റെ ഒരു പ്രസംഗമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടുള്ളവരൊന്ന് കൈപോക്കൂ. അദ്ദേഹം പറയുന്നത് ഇത്ര മദ്രസ അധ്യാപകർ കേരളത്തിലുണ്ട്. എത്ര മദ്രസ അധ്യാപകരുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്താണ് കേട്ടത്. 2,23,000. എത്ര? 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 2,23,000-ലധികം മദ്രസ അധ്യാപകരെ എവിടെയുണ്ട്? കേരളത്തിൽ. ഈ 2,23,000 ഉള്ള അധ്യാപകർക്കുള്ള ഗ്രാന്റ് ഇത്ര രൂപയിൽ നിന്നും ഇത്ര രൂപ പറഞ്ഞു. അതൊക്കെയാണ് ആ പ്രസംഗം. ഞാൻ പറയുന്നത് ശരിയാണോ എനിക്കറിയില്ല, അല്ലെ? അങ്ങനെയാണ് ആ പ്രസംഗം. അദ്ദേഹം അസംബ്ലി നിയമസഭയിൽ പറഞ്ഞ കാര്യം പറയുന്നത്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജലീൽമാർ കൊടുത്തു നോക്കും, നിങ്ങൾക്ക് കാണാം, കേൾക്കാം. ഇപ്പൊ 2,23,000-ലധികമുള്ള മദ്രസ അധ്യാപകന്മാർക്ക് വേണ്ടുന്ന ഗ്രാന്റിലേക്ക് ആരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. സർക്കാർ ഖജനാവ് കൊടുക്കുന്നു. അതേപോലെ പിന്നെ അറബിയിൽ നേരിട്ട് വരുന്നതല്ലേ? ആണോ? ആരാ കൊടുക്കുന്നത്? ഓരോ കുട്ടിയും മദ്രസയിൽ പഠിക്കാനും അവരെ പഠനത്തിന് വേണ്ടി അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ ഭൂരിപക്ഷം സമൂഹം ആരാണ്? എന്നാൽ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ അവർ ഭരിക്കുന്നു എന്നല്ലാതെ ഹിന്ദുവിന് എന്തെങ്കിലും ഒരു അറിവുണ്ടാവണമെന്ന് എന്ന് വരെ അവർ വിചാരിച്ചിട്ടുണ്ടോ? നന്ദികേടല്ലേ നമ്മളോട് കാണിക്കുന്നത്? പറയും നിങ്ങൾ. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുകയും ചെയ്യാൻ ഒരു അറിവ് നമുക്കുണ്ടാവണം ആത്മാർത്ഥമായി അവർ വിചാരിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്ക് അവരുടെ എല്ലാ സംവിധാനങ്ങളും വേണം എന്നിവര് തന്നെ ശാഠ്യം പിടിക്കണം. ഇതേ ഗവൺമെന്റ് തന്നെ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളും അവർക്ക് വേണ്ടുന്ന ഇന്നലത്തെ പത്രത്തിലാണ് തോന്നുന്നു ഞാൻ കണ്ടത്,
എവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം കേരളത്തിൽ, മുസ്ലിം അറബിക് യൂണിവേഴ്സിറ്റി. ആരെങ്കിലും വായിച്ചത്? ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ സർക്കാരിന് എന്തൊരു ആഗ്രഹമാണെന്നുള്ളത്. എന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ ആസ്പദമാക്കി ഒരു ഹിന്ദുവിന്റെ ഒരു ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നവർക്ക് ആഗ്രഹമില്ല. എന്നാൽ ശബരിമല അവരാ ഭരിക്കുന്നത്, ഗുരുവായൂർ അവരാ ഭരിക്കുന്നത്, എല്ലാ മേജർ ക്ഷേത്രങ്ങളും അവരാ ആണോ? ദേവസ്വം ബോർഡുകളാണെങ്കിൽ അതിന് പിന്നിൽ ഗവൺമെന്റ് അല്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങള്? ആണോ അല്ലയോ? എന്നാൽ ഏതെങ്കിലും ഒരു കൃതി പോട്ടെ, കർക്കിടക മാസത്തിൽ രാമായണത്തിനെങ്കിലും ഒരു പ്രചാരം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? അപ്പൊ ഇതിന് ആരാ ശബ്ദം ഉയർത്തേണ്ടത്? നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം, മറ്റു മതഗ്രന്ഥങ്ങളോടൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ മറ്റു മതഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ചിലത് നമ്മളിലുണ്ട്. അതെന്താണ്? അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളെ ആത്മീയ ഗ്രന്ഥങ്ങൾ പറയും. എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? ഋഷിവര്യന്മാർ വ്യാഖ്യാനിച്ചത് ആത്മീയം എന്നാൽ മനസ്സ് എന്നാണ്. നിങ്ങൾ ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ മനസ്സെന്നാണ് ആത്മീയതയ്ക്ക് വ്യാഖ്യാനം കൊടുത്തത്. സ്വഭാവോ അധ്യാത്മമുച്യതേ. ഗീതാ പുസ്തകം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗീതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 8-ാം അധ്യായം വീട്ടിൽ പോയിട്ട് നോക്കുക. അതിൽ 3-ാമത്തെ ശ്ലോകത്തിൽ കാണാം സ്വഭാവോ അധ്യാത്മമുച്യതേ. എന്താണ്? സ്വഭാവമാണ് അധ്യാത്മം എന്നുള്ളത്. അപ്പൊ മനുഷ്യന്റെ സ്വഭാവം മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചില്ല. അതെന്താ ഈ സ്വഭാവം? നമ്മൾ പഠിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഒരു വലിയ വിഷയമാണ് ഈ സ്വഭാവം. മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളിലുള്ള വൈവിധ്യതകൾ. നമ്മുടെ ഋഷിവര്യന്മാർ എന്താ പറയുന്നത് അറിയോ? ഓരോരുത്തരുടെയും സ്വഭാവം മറ്റുള്ളവരില്ലെന്നും. നിങ്ങളൊക്കെ വീടുകളിൽ നോക്കൂ, ഓരോരുത്തരുടെ സ്വഭാവവും മറ്റുള്ളവരില്ലെന്നും അവർക്ക് പറയൂ വ്യത്യസ്തമാണോ? നമ്മുടെ തമ്പ്രിന്റെ വ്യത്യസ്തമാണ്, കാരണം നമുക്ക് ആധാർ കാർഡിലൂടെ അറിയാൻ സാധിക്കും. ആണോ? സ്വഭാവം വ്യത്യസ്തമാണോ? ആണോ? എങ്കിൽ വ്യത്യസ്തമായ കഴിവുകളും സാധ്യതകളും മനുഷ്യനുണ്ടാവില്ലേ? ഉണ്ടാവോ? ഈ കഴിവുകളെ കണ്ടെത്താൻ, ഈ കഴിവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ ഋഷിവര്യന്മാരെ വികസിപ്പിച്ചെടുത്ത ചില പരിശീലനങ്ങളാണ് ജപവും ധ്യാനവും. അതിന്റെ തെളിവല്ലേ രാമായണം. നിങ്ങൾ നോക്കൂ, രത്നാകരൻ എന്ന് പറഞ്ഞ കള്ളനായി നടന്നൊരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു തീർക്കണം മനുഷ്യന്. കർത്താവ് ഒഴിഞ്ഞ് അന്യൻ പൂജിക്കുമോ? ഇദ്ദേഹം ആരെടുത്ത ശരണം പ്രാപിക്കുന്നത്? ഈ രത്നാകരൻ ആരെടുത്തേക്കാ ഓടിയത് കേട്ടിട്ട്? അദ്ദേഹം കായലിൽ പോയി ചാടിയോ? ആലപ്പുഴ ചാടിയോ പോയിട്ട്? എന്റെ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഞാൻ തന്നെ അനുഭവിക്കണമെങ്കിൽ എന്ത് ജീവിതം? ആത്മഹത്യ ചെയ്യാൻ പോയോ? ആ ചരിത്രമാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്താ ഒന്നും വേണ്ടാത്തത്? ഉടനെ തന്റെ ആയുധം എടുത്തിട്ട് ഭാര്യയെ വെട്ടിക്കൊന്ന ചരിത്രമാണോ നിങ്ങൾ കേൾക്കുന്നത്? ആണോ? പിന്നെന്താ ചെയ്തത്? ഈ രത്നാകരൻ എന്താ ചെയ്തത്? നിങ്ങൾ രാമായണം വായിച്ചിട്ടില്ലേ? രത്നാകരൻ എന്താ ചെയ്തത്? മുനിമാരുടെ അടുത്തേക്ക് ചെന്നു. കാരണം മുനിമാരാണല്ലോ പറഞ്ഞത്, മുനിമാരുടെ അടുത്തുനിന്ന് മോഷിക്കാനാണല്ലോ ഇയാൾ ചെന്നത്. അപ്പോഴാണല്ലോ മുനി ചോദിക്കുന്നത്, നാരദ മുനി ചോദിക്കുന്നത്, നീ ചെയ്തു കൂട്ടുന്നതൊക്കെ നിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കാൻ കൂടെ കാണുമെന്ന് അവരല്ലേ ചോദിക്കുന്നത്? ആണോ അല്ലയോ? നിങ്ങളായിട്ടൊരു ബന്ധമില്ലേ തോന്നുന്നു. ഇല്ലേ? പരിചയമില്ലേ? കുറച്ചൊക്കെ കേട്ടില്ലേ? രാമായണമൊക്കെ വായിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇനി നോക്കുമ്പോ അതൊക്കെ നോക്ക്. അപ്പോ അങ്ങനെ ചോദിച്ച ആ മുനിമാരുടെ അടുത്തേക്കാണ് ഇദ്ദേഹം ചൊല്ലുന്നത്. അപ്പൊ നോക്കുക, തിരിച്ചു ചെല്ലാൻ ആ മുനിമാരവിടെ ഉണ്ടോ? ഇദ്ദേഹം തിരിച്ചു ചെല്ലാൻ കാരണം ഈ മുനിമാർക്ക് എന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കൂ നിങ്ങൾ, ഏത് പരാജിതന്റെയും ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ശക്തിപ്രഭാവമുള്ള ഋഷിമാരുടെ നാടായിരുന്നു ഭാരതം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഏത് പരാജിതന്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തിപ്രഭാവമുള്ള ഋഷി പരമ്പരകളുടെ നാടാണ് ഏത്? ഭാരതം. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ ആരും പരാജയപ്പെടുന്ന കാര്യമില്ല. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? നല്ല സമ്പർക്കങ്ങളില്ല. എന്താണ്? നല്ല ബന്ധങ്ങളില്ല, ഒരു സത്സംഗമില്ല. ആണോ? പറയൂ നിങ്ങള്. നമ്മുടെ കേരളത്തിൽ കുമിഞ്ഞുകൂടി വരികയാണ് ആത്മഹത്യകള്. നമ്മുടെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഹിന്ദു സമൂഹത്തിന്റെ അവസ്ഥ. പ്രായമായാൽ ആർക്കും വേണ്ട, നോക്കാൻ ആളില്ല. ഞങ്ങള് കുറച്ചു മുമ്പ് സംസാരിച്ചതായിരുന്നു.
മുസ്ലിം സമുദായത്തെ നമ്മൾ പലതരത്തിൽ അവഗണിക്കും, നിന്ദിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ ഒരു പ്രായമുള്ളവരെ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ കാണില്ല. കാരണം അവരുടെ ആ ചെറുപ്പത്തിലെ ആ മത സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ആ മതത്തിലൂടെ അവർക്ക് ഒരു മുതിർന്നവരോട് ബഹുമാനമുണ്ട്. ഉണ്ടോ? നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല, നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ആ സംസ്കാരമില്ലാത്തതുകൊണ്ട് പ്രായമായവരെ എഴുത്തള്ളി. സംസ്കാരമുണ്ടാവുന്ന പ്രായമുള്ളവരോട് ബഹുമാനം കാണിക്കാൻ ആണോ? ശ്രീരാമസ്വാമി നോക്കൂ നിങ്ങൾ, അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ കാട്ടിൽ മോഹാലിസ്യപ്പെട്ട് വീണു എന്നാണ് പറയുന്നത്. ആണോ? അദ്ദേഹം തിരിച്ചു വന്ന അയോധ്യയില് 14 കൊല്ലത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സ്വന്തം അമ്മമാരെ നമസ്കരിക്കുകയാണ്. ആണോ? ആ അമ്മമാരുടെ ഉള്ളിലുണ്ടായ ഒരു ആനന്ദം, ആ മുതിർന്നവരോട് രാമനുണ്ടായ അത്രയും ബഹുമാനം. നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമിയോട് അത്രയും ഒരു ബഹുമാനം. അതിലെ ആ മുനിമണ്ഡലങ്ങളൊക്കെ പ്രായമുള്ളവര് രാമനെ അത്രയും ബഹുമാനിച്ചിരുന്നു. ദൈവമായിട്ടല്ല, നമ്മൾ ഈ കേരളീയരാണ് രാമനെ ദൈവമാക്കിയത്. വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിൽ രാമൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനാണ്. ആ സാധാരണ മനുഷ്യനാണ് തന്റെ അസാധാരണത്വമായ ശക്തി പാഠവും കൊണ്ട് ദൈവിക മനുഷ്യനായി മാറിയത്. രത്നാകരൻ എന്ന് പറയുന്ന സാധാരണ മനുഷ്യനാണ്, അവതാര പുരുഷനൊന്നുമല്ല. ആണോ? പക്ഷെ തന്റെ തപസ് കൊണ്ട്, തന്റെ പരിവർത്തനം കൊണ്ട് അസാമാന്യ പ്രതിഭയായി ഒരു ഋഷിവര്യനായി മാറി. ഉണ്ടോ? ഇതുപോലൊരു പരിവർത്തനം നമ്മുടെ തലമുറകളിലെ കുട്ടികൾക്കൊക്കെ വേണ്ടയോ? അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒരു സത്സംഗം വേണോ? ഇവിടെയാണ് നാരദ മഹർഷി തുടങ്ങിയിട്ടുള്ള മഹർഷിവര്യന്മാരോട് ഒരു സമ്പർക്കം രത്നാകരന് വന്നപ്പോൾ അവർക്ക് വിഷമിക്കണ്ട, തകരണ്ട, കരയണ്ട, ജീവിതം പരാജയപ്പെട്ടില്ല. മന്ത്രം പറഞ്ഞു കൊടുത്തു, താരക മന്ത്രം, രാമ രാമ രാമ. അദ്ദേഹത്തിന് പാവം അത് ജപിക്കാൻ പോലും മര്യാദയ്ക്ക് സാധിച്ചില്ല. അദ്ദേഹം ജപിച്ചത് ആമര മീമര എന്നാണ് പലരും പ്രചരിച്ചത്. അദ്ദേഹം മലയാളിയായിരുന്നില്ല, അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നില്ല. അദ്ദേഹം ജപിച്ചത് രാമായണം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലാണ് ആമരം മീമരം നല്ല എഴുതിയത്. രാമായണത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മര എഴുതി ജപിക്കുകയും ആണോ? അങ്ങനെയൊക്കെ ബോധമുള്ളവരുണ്ടോ? എല്ലാവരും വായിച്ചിട്ട് എത്ര പേര് വായിച്ചത് ഓർക്കുന്നുണ്ട്? മര എഴുതി ജപിക്കുകയും ഒക്കെ ഉള്ളത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ മര എന്ന് പറഞ്ഞാൽ എന്തായി? രാമ. ഈ മന്ത്രം ഉണ്ടല്ലോ, ചില്ലറ മന്ത്രമൊന്നുമല്ലത്, വളരെ പവർഫുൾ മന്ത്രമാണ്. രാമ രാമ രാമ. ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് കുറച്ച് ഈ മന്ത്രജപമൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ശക്തിയുണ്ട്. രാ എന്ന അക്ഷരവും മ എന്ന അക്ഷരത്തിന് താരക മന്ത്രം എന്നാണ്. എന്താണ് താരക മന്ത്രം? നിങ്ങൾ എത്ര പേര് എഴുത്തച്ഛന്റെ രാമായണം മുഴുവൻ വായിച്ചിട്ടുള്ളത്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? ആകെ 3 പേരെ വായിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മലയാള ഭാഷയിലല്ല സംസാരിക്കുക. ഇത് തമിഴും കന്നഡയും കൂടി ചേർന്ന നാടാണോ? ഇവിടെ എന്താ രാമായണമൊന്നും ഇല്ലേ? കർക്കിടകം എന്നുള്ളൊരു മാസം ഇല്ലേ ഇവിടെ? അതേത് മാസം? പണ്ടത്തെ പഞ്ഞമാസം തന്നെയാണോ? അല്ല, ഇപ്പൊ മറ്റു ഭാഗങ്ങളിലൊക്കെ രാമായണ മാസമാണ്. ഇവിടെ എന്താ മാസം? കർക്കിടക മാസം. രാമായണ മാസമായിട്ടില്ല. ഇവിടെ കർക്കിടകമില്ലല്ലോ, അമ്പലങ്ങളില്ലല്ലോ, അല്ലേ? എന്നാൽ ഇക്കാര്യത്തിലല്ലോ മലബാർ ഭാഗത്തൊക്കെ വലിയ വ്യത്യാസം. തൃശ്ശൂര് സത്യത്തിൽ കർക്കിടക മാസം ഇല്ല. എറണാകുളത്തും ഇല്ല കർക്കിടക മാസം. ഉണ്ടോ? ഇപ്പൊ കർക്കിടക മാസം ഇല്ല. ഇപ്പൊ ഏത് മാസമേ ഉള്ളൂ അറിയോ? ഇപ്പൊ കർക്കിടക മാസം ഇല്ല. ഇപ്പൊ ഉള്ളത് രാമായണ മാസം എന്ന് അറിയപ്പെട്ടത്. നിങ്ങൾ ആ സമയത്ത് കർക്കിടക മാസം ഒന്ന് ഗുരുവായൂരിലോ തൃശ്ശൂരൊക്കെ ഒന്ന് വന്ന് നോക്കൂ. ഏതാ മാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെ നാവത് വീഴ രാമായണ മാസം എന്നാണ് പറയുന്നത്. പിന്നെയാണ് ഇത് കർക്കിടക. അത്ര ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ അറിയില്ല. രാമായണം വീട്ടിൽ വായിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ വായിക്കാമല്ലോ, അല്ലേ? അപ്പൊ പുസ്തകം എടുത്ത് നോക്കാമല്ലോ നമുക്ക്. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് വായിച്ചാലാണ് അടുത്ത തലമുറ നിങ്ങളെ കൊണ്ട് തള്ളാതിരിക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഒരു സംസ്കാരം രൂപപ്പെടുമ്പോൾ പ്രായമായാൽ ഈ സംസ്കാരം പകർന്നു തന്ന അച്ഛനമ്മമാരെ വഴിയരികിലാക്കാൻ അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും
തോന്നില്ല. ഒരു നല്ല സംസ്കാരമുള്ളിടത്തേ മുതിർന്നവരോട് ബഹുമാനം ഉണ്ടാവുള്ളൂ. ആണോ? വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് സംസ്കാരം ഉണ്ടാവണമെന്നുണ്ടോ? വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് സംസ്കാരം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല സംസ്കാരമുള്ള ഒരു നാടായി മാറും, ഇല്ലേ? ഇന്നിപ്പോ നമുക്കറിയാം, TV ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ ചീത്ത വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിന് നല്ലത് നാട്ടിലെ ചീത്ത വാക്ക് കേൾക്കിയിരിക്കുന്നുണ്ട്. അത്രയും മോശപ്പെട്ട വാക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത്. ആണോ? കാണുന്നില്ലേ നിങ്ങള്? അപ്പൊ ഈ തരത്തിൽ വിദ്യാഭ്യാസം മേഖലകൾ നോക്കൂ നിങ്ങൾ. കലാലയങ്ങളൊക്കെ കൊലാലയങ്ങളോ കലാപാലയങ്ങളോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ സംസ്കാര ശൂന്യതയാണ്. ആണോ? സംസ്കാരം ഉണ്ടാകേണ്ടടുത്ത് സംസ്കാരം നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിൽ ഒരു ബന്ധമില്ലേ? ആണോ? ഇന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പുറകോട്ടാണോ? പറയൂ നിങ്ങൾ. ഇവിടെ ഒരു സംസ്കാരമില്ല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ അത്തരം സംസ്കാരങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളെ കൊണ്ട് കേരളം കുറച്ച് പുറകോട്ടായി പോയി. ഇതൊന്ന് തിരിച്ചു വരണം. നമുക്ക് അടുത്ത തലമുറ നഷ്ടപ്പെടരുത്. കാരണം അവരായിരിക്കണം ഇനി അടുത്ത സമൂഹത്തെ നയിക്കേണ്ടത്. ആണോ? അതിനവർക്ക് ചില സംസ്കാരങ്ങൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഒരു രത്നാകരനെ മഹർഷിവര്യന്മാർ കൈപിടിച്ച് പുറത്ത പോലെ നാളെ തളരാൻ പോകുന്ന നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് പുറക്കേണ്ടത് നമ്മളാണ്. അല്ല നമ്മുടെ മുന്നിൽ ഒരു നാരദരോ നമ്മുടെ മുന്നിൽ ഒരു മുനിയോമാരോ വരാൻ പോകുന്നില്ല. നമ്മുടെ മുന്നിലുള്ള മുനിമാരെന്ന് പറയുന്നത് അച്ഛനമ്മമാരായിരിക്കണം. ആണോ? പറയൂ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ സുപ്രഭാതം, രാമന്റെ സുപ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നത് കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ. അല്ലാതെ വാൽമീകി മഹർഷിയുടെയോ വസിഷ്ഠ മഹർഷിയുടെയോ പേര് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. കൗസല്യ സുപ്രജാ രാമ. ഈ സംസ്കാരം തുടങ്ങുന്നത് അമ്മമാരിൽ നിന്നാണ്. ഭാരത സംസ്കാരം അമ്മയെ ഗുരുവായി കാണുന്ന സംസ്കാരമാണ്. നമ്മുടെ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്ന മാതൃദേവോ ഭവ. ആദ്യം ആരെ വന്ദിക്കേണ്ടത്? അമ്മയാണ് വന്ദിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, രത്നാകരനെ മഹർഷിയായിട്ട് മാറ്റിയതിൽ ആദ്യം പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഭാര്യയായ അദ്ദേഹത്തിന്റെ അല്ലെ സഹധർമ്മിണി തന്നെയാണ്. ആണോ? അവരാണല്ലോ പറയുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. നിങ്ങളോട് വന്നൊരു ഭർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് തിരിച്ചടിക്കുമ്പോൾ നാളെ നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഏട്ടൻ പഠിപ്പിക്കാതിരിക്കും, നമുക്ക് എന്തേ പണി ഉണ്ടാക്കണം. ആ മനുഷ്യൻ ഈ ജന്മം നന്നാവൂ. പിന്നെ ആ മനുഷ്യന്റെ തെറ്റിദ്ധാരണ എന്താണ്? എന്റെ കൂടെ എന്നും ഭാര്യയും മക്കളും ഉണ്ടാവുന്നതാണ്. ആണോ? നിങ്ങൾ ചെയ്തത് നിങ്ങൾ തന്നെ അനുഭവിച്ചു കൂട്ടും മനുഷ്യനെ അനുസരിക്കില്ല. എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? ഭാര്യ പറയുകയാണ്, നിങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊരു വാക്ക് ഭാര്യ പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഈ നാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ചിലരപ്പം തന്നെ വക്കീലും പോയി കണ്ടു. ഇതിന് ഇനി നിന്റെ കൂടെ ജീവിക്കുന്നൊരു പ്രശ്നമില്ല. എന്നാ വേറൊരു പ്രശ്നം എന്താ അറിയോ? അപ്പുറത്ത് വേറൊരാൾ പറയുന്നത് അവളോ വീഴ്ച കണ്ടു വരും, ഞാൻ ഇവിടെ. ആ മനുഷ്യൻ വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ആണോ? അതപ്പോ നമ്മുടെ സീരിയലുകാർ കാണിക്കുന്ന കഥകളൊക്കെ. ആണോ അല്ലയോ? ഇതാണ് നമ്മുടെ സീരിയലിന്റെ അവസ്ഥ. ഇതിനാണ് നമ്മുടെ അമ്മമാര് വീണിരിക്കുന്നത് മിക്കവാറും. ഇതിനൊരു മാറ്റം ഉണ്ടാക്കുക. നമ്മൾ തളർന്ന ഒരു സമൂഹത്തെ കൈപിടിച്ച് ഉയർത്താൻ അന്ന് ഭാര്യ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഭാര്യ പറയുന്നതിൽ കാര്യമുണ്ട്. നാളെ ഞാൻ ഒറ്റപ്പെടുന്ന സമയത്ത് തളരേണ്ട ഒരു വ്യക്തിയല്ല, എന്നിൽ എന്തോ ഒരു മഹത്വം ഉണ്ടാവണം. ആ മഹർഷി വീരന്മാരോട് ചെന്നത് എല്ലാവരും ചോദിക്കാം. അവിടെയാണ് സത്സംഗം രൂപപ്പെടുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഇത്തരം സത്സംഗങ്ങൾ വേണം. അങ്ങനെ രത്നാകരന് പറഞ്ഞു കൊടുത്തു രാമ രാമ. ഞാൻ പറഞ്ഞു മരാമ രാമ. ഇതിനെ താരക മന്ത്രം എന്ന് പറയും. എന്താണ് താരകമന്ത്രം? എന്താ ഈ താരകമന്ത്രം? ഒരു മനുഷ്യന് വേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മരിക്കുന്നത് വരെ കരുത്ത്, ശക്തി, ഊർജം. ഊർജമുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആണോ? ആണോ അല്ലയോ? എന്നാൽ ഊർജമുള്ള ഒരു സമൂഹമല്ല നമ്മുടേത്. നിങ്ങൾ നോക്കൂ, കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് ഒരു ഊർജത്തോടു കൂടിയിട്ടാണോ? ആണോ? കാരണം രാത്രി മുഴുവൻ ഇരുന്ന് തോണ്ടി 10-11 മണി വരെ അമ്മയെ ഇപ്പുറത്ത് തോണ്ടാണ്, അച്ഛനും തോണ്ടാണ്, മൊത്തം തോണ്ടലുകാരാണ് വീട്ടിൽ. ആണോ? ഈ സമയം മുഴുവൻ തോണ്ടി രാവിലെ എഴുന്നിട്ട് ഊർജമില്ലാതെ വളരുന്ന കുട്ടികൾക്ക് എങ്ങനെ ഊർജമുള്ളവരാകാൻ പറ്റും? ഊർജമുള്ള കുട്ടികൾക്ക് മാത്രമേ നാളെ സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ആണോ? ശ്രീരാമസ്വാമിയുടെ ജീവിതം അങ്ങനെ ക്രിയാത്മകമായ ജീവിതത്തിൽ കർമാത്മകമായി വലുത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ശ്രീരാമസ്വാമിയെ നോക്കിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തത്,
കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. സൂര്യോദയത്തിന് മുമ്പ് എണീക്കേണ്ടതുണ്ട് രാമ. ആ സൂര്യോദയം ഇത് നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ കാരണം മനുഷ്യ ശരീരത്തിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള, നിങ്ങൾക്കറിയാം, വൈറ്റമിൻ ഡി തുടങ്ങിയിട്ടുള്ള അപൂർവങ്ങളായിട്ടുള്ള പല മിനറൽസും അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പലതും നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതിന് കാരണം, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി പോലുള്ള ഏറ്റവും ശരീരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടുന്ന വൈറ്റമിൻസും പലതും നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത് ഏർലി മോർണിംഗ് ടൈമിലാണ്. മനസ്സിലാവുമല്ലോ? നിങ്ങൾ നോക്കൂ, പൂക്കളെയൊക്കെ നോക്കിക്കൂടെ രാവിലെ വിടരുന്നത് എപ്പോഴാണ്? കുട്ടികളൊക്കെ വിടരുന്ന സമയം എപ്പോഴാണ്? പുലർച്ചെ സമയത്തല്ലേ? ഈ സമയത്ത് ഓരോ സെല്ലുകളും വികസിക്കുന്ന സമയമാണ്. അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ കൂടി വരുന്നതോറും ചെടികളൊക്കെ ഉണർന്ന് ഊർജ്ജസ്വലരായി മാറുകയാണ്. ആണോ? ഇലകളൊക്കെ ഒരു ഊർജ്ജമുള്ളവരായി മാറുക. ആണോ? മനുഷ്യ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളും, പ്രത്യേകിച്ച് ബ്രെയിൻ സെല്ലുകളൊക്കെ വികസിക്കേണ്ട സമയമാണ് ഏർലി മോർണിംഗ്. ഈ സമയമാണ് ഹിന്ദു കുട്ടികൾ കടന്നുറങ്ങുന്നത്. മുസ്ലിം കുട്ടികൾ രാവിലെ തന്നെ മദ്രസയിൽ പോവാണ്. രാവിലെ എണീറ്റ് നടന്നാൽ തന്നെ ഊർജ്ജമുള്ളവരാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ന് ഹിന്ദു കുട്ടികളെക്കാൾ ഊർജ്ജമുള്ള കുട്ടികൾ, ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന സമൂഹം ഇന്ന് അവരാണ്. നിങ്ങൾ നോക്കി, എല്ലാ മൊബൈൽ ഷോപ്പുകൾ എടുത്തു നോക്കിയാലും, എല്ലാ കച്ചവടം എടുത്തു നോക്കിയാലും, ഏത് മേഖലയിലും കൂടുതൽ ഇന്ന് ഊർജ്ജമുള്ളവരായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? എന്തുകൊണ്ട് ഹിന്ദു സമൂഹം ഊർജ്ജമില്ലാത്തവരായി? കാരണം രാവിലെ കടന്നുറങ്ങിയാൽ തന്നെ ഊർജ്ജം പോയി. അവിടെയാണ് നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ രാവിലെ എണീറ്റ് പോകണ്ടേ? അതിനങ്ങനെ ഒരു ഗുരുത്വമുള്ള അച്ഛനമ്മമാരെ കിട്ടണം. ഈ രാവിലെ തന്നെ കുട്ടികളിൽ ഒരു ഗുരുത്വമുള്ള സംസ്കാരം ഉണ്ടാക്കിയാൽ അവരിൽ ഉണർന്ന് ഊർജ്ജമുള്ളവരായി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യാനും നേരിടേണ്ട കാര്യങ്ങളെ വളരെ കരുത്തോടെ നേരിടാനും സാധിക്കും. ഇന്ന് നമ്മുടെ കുട്ടികളിലേക്ക് നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യാനുള്ള കഴിവില്ല. കാരണം രാവിലെ തന്നെ ബ്രെയിൻ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടോ? അതിന്റെ മുട്ട് വിടരുന്ന എപ്പോഴാ? രാവിലെ. നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക തലേ ദിവസം മുട്ടിന് ചുറ്റും. രാവിലെ എന്താ സംഭവിക്കുക? വിരിയുമോ? ഇതുപോലെ ഒരു കുട്ടിയെ രാവിലെ കടന്നുറങ്ങി ശീലിച്ചാൽ, അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ബ്രെയിൻ എന്താവും? വികസിക്കേണ്ട സമയത്ത് അത് പറയൂ വികസിക്കാതെ പോകും. അങ്ങനെ വികസിക്കാതെ പോകുമ്പോൾ കുറെ കഴിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടിക്ക് കഴിവ് കൂടുതലുള്ള പറയണോ? അതിന്റെ തെളിവല്ല ഇത് ഇത്രയും ട്യൂഷൻ സെന്ററുകളിലേക്കൊക്കെ കുട്ടികൾ പോകേണ്ടി വരുന്നത്. ആണോ അല്ലയോ? നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ട്യൂഷൻ സെന്ററുകളൊക്കെ എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക മുസ്ലിം കുട്ടികളല്ല ട്യൂഷൻ സെന്ററിൽ. ആരായിരിക്കും? എന്തേ ഹിന്ദു കുട്ടികളെ ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞേക്കേണ്ടി വരുന്നത്? അവർക്ക് ക്ലാസ്സിൽ പറയുന്നത് മനസ്സിലാവുന്നത് ഊർജ്ജമില്ല. മനസ്സില് ശരീരത്തിന് ഒരു ഊർജ്ജം വേണ്ടേ? ഇതേപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ആത്മഹത്യ ചെയ്ത് കൂട്ടുന്നതും ആര് തന്നെയാണ്? ഹിന്ദു സമൂഹമാണ്. ക്രിയാത്മക മനസ്സല്ലെങ്കിൽ ഒന്ന് ഉത്തരവാദിത്വം ചെയ്യേണ്ടതിനൊക്കെ ചെയ്യാനും പറ്റില്ല, നേരിടേണ്ടതിനെ നേരിടാം. അങ്ങനെയുള്ള തലമുറ മതിയോ നമുക്ക്? രാമായണത്തിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ലോകത്തിന് വലിയ സന്ദേശമല്ലേ ഇത്? ആണോ അല്ലയോ? ഞാനും നിങ്ങളും രാമായണം മുഴുവൻ കേട്ട് വായിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. അമ്പലത്തിൽ അത് പാടിക്കൊണ്ടിരിക്കും, നമ്മൾ ഒന്നുകൂടി കിടന്നുറങ്ങി. ചിലര് വേണമെങ്കിൽ പറയും, രാവിലെ തന്നെ ഇട്ടിരിക്കണം, വീട്ടിലൊന്നും വേറെ പണിയില്ലേ, അങ്ങനെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഇതൊരു സത്യസന്ധമായ മറുപടിയാണ് ഉണ്ട്. ഞാൻ സംഭവിച്ചത് ഇവിടെയൊക്കെ കേൾക്കോ അങ്ങനെ പാട്ട്? ഈ ഭാഗത്ത് കേൾക്കോ? അപ്പം പറഞ്ഞിട്ടുണ്ടാവുന്നുള്ള ഉറപ്പല്ലേ? ഈ മുസ്ലിങ്ങളുടെ രാവിലത്തെ വാങ്കുവിളി അത് പലരും സമയത്തിന് വേണ്ടി വെച്ചിരിക്കുക. ആണോ? ഇവിടെ അങ്ങനെ തന്നെയാണ്. വാങ്കു വിളിച്ചു എന്ന് വെച്ചാൽ ഇത്ര സമയമായി. ആണോ? എന്നാൽ അമ്പലത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പ പറയാ ഒരു ശല്യമായിട്ടോ. നമ്മളേത് എന്താ ഇങ്ങനെയായിപ്പോയത്? ഈ പാട്ട് കേൾക്കുമ്പോൾ അപ്പൊ ഓർമ്മ വരണ്ടേ
നമ്മൾ അമ്പലത്തിൽ പോകേണ്ട സമയമായിട്ടുണ്ട്. അതെന്തേ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് തോന്നാത്തത്? സത്യം പറഞ്ഞാൽ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറെ ഗാന്ധാരിമാരായിട്ട് ജീവിക്കുകയാണ്, കണ്ണു കെട്ടി ജീവിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഗാന്ധാരിമാരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഗാന്ധാരിയുടെ കാലഘട്ടത്തിൽ ഗാന്ധാരി കറുത്ത തുണി കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളുണ്ടല്ലോ, കറുത്ത തുണിക്ക് മറ്റൊരു അർത്ഥമുണ്ട്. കറുപ്പ് അജ്ഞതയുടെ പ്രതീകമാണ്, ഇരുട്ട് ദുഃഖത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകമാണ്. ആണോ? ആണോ? ഇരുട്ട്, അന്ധകാരം എന്നത് അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ആണോ? ഈ അജ്ഞാനം മാറ്റാനാണല്ലോ നമ്മള് വിളക്ക് കൊളുത്തുന്നത്. അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് മാറ്റാൻ, ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാറ്റുന്നത് പോലെ, അങ്ങനെയാണ് അതിന്റെ പ്രതീകം. ഈ വിളക്കെന്തിനാ കൊളുത്തുന്നത്? ഈ വിളക്കെന്തിനാ നമ്മൾ കൊളുത്തുന്നത്? വെളിച്ചം കിട്ടാനോ? ഈ സമയത്തോ? ഇതൊക്കെ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞാൽ അവർ വെറുതെ കേട്ടോ യുക്തിവാദികളായി പോകുന്നത്. ഈ സമയത്ത് ഇത്രയും സൂര്യപ്രകാശം ഇരിക്കുന്ന സമയത്ത് ഈ വിളക്ക് കൊളുത്തുന്ന വല്ല കാര്യമുണ്ടോ? വെളിച്ചമില്ലേ? ഇതെന്തിനാ നമ്മൾ കൊളുത്തിയത്? ആരെങ്കിലും ഒന്ന് പറയുന്നിട്ട് വേണം അടുത്ത പ്രഭാഷണം തുടരാൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഐശ്വര്യത്തിന്റെ പ്രതീകം, പിന്നെ ജ്ഞാനത്തിന്റെ പ്രതീകം. പുറകിൽ ആരെങ്കിലും അമ്മമാര് പറയും, കാരണം സ്ഥിരം വിളക്ക് കൊളുത്തുന്നവരാണല്ലോ. വീട്ടില് സന്ധ്യക്കൊക്കെ വിളക്ക് കൊളുത്താറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. ഉണ്ട്. സീരിയലിന് മുമ്പോ സീരിയലിന്റെ പിന്നിലോ? സീരിയൽ മുടങ്ങരുത്, വിളക്ക് കൊളുത്തുന്ന മുടങ്ങിയാലും. കാരണം അത് നമ്മുടെ ഒരു അവശ്യ സാധനമാണ്. അപ്പോ എന്തിനാണ് ഈ വിളക്ക് കൊളുത്തുന്നത്? വിളക്ക് വെളിച്ചം. ഈ വെളിച്ചം എന്നത് ഭാരതീയർക്ക് അറിവിന്റെ പ്രതീകമാണ്. എന്തിന്റെ? അറിവ്. അപ്പോ വെളിച്ചം നമ്മൾ കത്തിക്കുന്നത് അന്ധകാരത്തെ നീക്കാനാണ്, ഇരുട്ടിനെ മാറ്റാനാണ്. ആണോ? ഈ സമയത്ത് ഒരു ഇരുട്ടില്ല അവിടെ ഉണ്ടോ? എന്നിട്ട് നമ്മൾ എന്തിനാ പുറത്തിരിക്കുന്നത്? അപ്പൊ ഏത് ഇരുട്ടിനെ അകറ്റാനാണ്? പറയൂ. അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ മാറ്റാൻ ഏത് വെളിച്ചം വേണം? ജ്ഞാനത്തിന്റെ വെളിച്ചം. അപ്പൊ ജ്ഞാനം പകരാൻ സാധിക്കുന്ന ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു ജ്ഞാനത്തിലൂടെ വേണം ഉള്ളിലുള്ള അജ്ഞാനത്തിന്റെ ഇരുട്ട് മാറ്റാൻ. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതൊക്കെ കുട്ടികൾക്ക് അമ്മമാര് പറഞ്ഞു കൊടുക്കട്ടെ. ഇതിനാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലോ? പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ മൗനവ്രതത്തിലാണ് തോന്നുന്നു. പ്രധാനമന്ത്രിക്ക് വ്രതമുള്ളൂ, നിങ്ങൾ ആരും കാണാൻ പ്രതീക്ഷയ്ക്ക് പോകുന്നില്ലല്ലോ. പറഞ്ഞു കൊടുത്തവരുണ്ടോ ആരെങ്കിലും? ഇല്ല. നോക്കൂ, നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു ദുര്യോഗമാണ്. നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ മഹത്വം എന്ന് തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക് ഇത് ചെയ്യാനുള്ള താല്പര്യം കൂടുകയാണോ കുറയാണോ? കുറഞ്ഞു വരും. ആരാണ് അവിടെ വഴിതെറ്റിക്കുന്നത്? ആരാ വഴിതെറ്റിച്ചത്? സമൂഹമാണോ വീട്ടുകാരാണോ? എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറയാം? കുറ്റമാർക്കാ കൊടുക്കുക? സമൂഹം ശരിയല്ല. വാസ്തവത്തിൽ സമൂഹമാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല. അപ്പൊ അമ്മമാരാണ് ശരിക്കും ഗുരുത്വമുള്ളവരായി മാറേണ്ടത് ആദ്യം. ആണോ? ഇവിടെ ഗാന്ധാരി കണ്ണടച്ചു, എന്നിട്ട് എന്തുണ്ടായി? മക്കളെ പ്രസവിച്ചില്ല, ഒരു മാംസപിണ്ഡത്തെ പ്രസവിച്ചു. ആ മാംസപിണ്ഡം 100 ഭരണിയിലിട്ട് അല്ലേ? അങ്ങനെ 100 കുട്ടികളുണ്ടായി. 101 പേരുടെ കഥയും കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? 100 ആൺമക്കളും ഒരു പെൺകുട്ടി. അങ്ങനെയാണ് 101 എന്താണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ആദ്യം. പിന്നെയാണ് 100 പേര്. അങ്ങനെയാണ് 100 മക്കളാണ്. ഈ 100 മക്കളും വളർന്നു വരുന്നത് നോക്കാൻ അവർ ശ്രമിച്ചില്ല. പിന്നെ എപ്പോഴാ കണ്ണുകെട്ട അഴിച്ചറിയോ? ദുര്യോധനന് ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് കണ്ണുകെട്ട അഴിച്ചത്. കേട്ടില്ലേ? തന്റെ ശക്തിയെല്ലാം ദുര്യോധനന് കൊടുത്തു. കേട്ടിട്ടുണ്ടല്ലോ? അവസാനം ദുര്യോധനന് മരിച്ചിട്ടാണ് എല്ലാം കണ്ണു തുറന്ന് കാണുന്നത്. ഇനി കണ്ടിട്ടും കാര്യമില്ല. കാരണം പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞു. ഇതുപോലെ നമ്മളും ഇപ്പോഴൊരു അജ്ഞാനത്തിന്റെ ലോകത്തിലാണ്. നിങ്ങൾക്ക് ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ആയാലും എന്റെ കുട്ടിക്ക് എല്ലാം ആയി, അങ്ങനെ ഒരു ധാരണയിലാണ് നിങ്ങൾ വളരുന്നത്. ഞാൻ ട്യൂഷനും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്?
ഈ കുട്ടി ഏത് സംസ്കാരത്തെയാണ് ഉൾക്കൊള്ളുന്നത്? നാളെ ഈ ചോറ് കൊടുക്കുന്ന, നമ്മൾ കേട്ടില്ലേ, പാല് കൊടുത്ത കൈക്ക് പാമ്പ് കൊത്തി എന്ന് പറഞ്ഞതുപോലെ ഈ വളർത്തുന്ന അച്ഛനമ്മമാരെ ഒരു വഴിയരികിലാക്കാനുള്ള സംസ്കാരമാണ് ഈ കുട്ടിയുടെ തലയിൽ ഇരിക്കുന്നതെന്ന് ഈ അച്ഛനും അമ്മയും അറിയുന്നില്ല. നാളെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പോകാനോ അല്ലെങ്കിൽ ട്രാക്കിൽ തലവെക്കാനോ അല്ലെങ്കിൽ കായലിൽ ചാടി മരിക്കാനോ ഉള്ള ദുർബലതയും കൊണ്ടാണ് ഈ കുട്ടി ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിവില്ല അച്ഛനും അമ്മയ്ക്കും. എന്നിട്ടിരുന്ന് വലിയ ഗവേര് നമ്മൾ പറയാണ്, കുട്ടി സ്കൂളിൽ പഠിക്കണോ, ആ സ്കൂളിൽ പഠിക്കണോ, ഞാൻ ട്യൂഷന് പറഞ്ഞേക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഉണ്ടാകുന്ന ദുരിതം. രാമായണത്തിൽ നോക്കൂ നിങ്ങൾ, കൈകേയി ദേവി ധരിച്ചു ഭരതന് രാജ്യം വാങ്ങിച്ചു കൊടുത്താൽ ഭരതൻ പൊന്നുപോലെ തന്നെ നോക്കുന്നു. ആ ഭരതൻ വന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ, എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ വേദനിക്കുന്നു, ലജ്ജിക്കുന്നു ആണോ? സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കിയ ഭരതന് പറയേണ്ടി വന്നത് ആ ഭരതനിലൂടെ തന്റെ ലോകമുണ്ടാക്കാൻ ചിന്തിച്ച ആ കൈകേയിയുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. എന്നാൽ ഇവിടെ രാമനെ വളർത്തുന്ന കൗസല്യയുടെ പേരിലാണ് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ എന്ന് ഋഷി പറഞ്ഞു വെച്ചിട്ടുള്ളത് ആണോ? ഇപ്പൊ കാലത്ത് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മക്കളെയും കൊണ്ട് എവിടെ പോകേണ്ട സമയമായി? അമ്പലത്തിൽ പോകേണ്ട സമയമായി. അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെ പോകണം അതൊക്കെ നമുക്ക് അറിയില്ല ഹിന്ദുക്കൾക്ക്. സത്യം പറഞ്ഞാൽ LKG മുതൽ ക്ലാസ് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഹിന്ദു. നമ്മൾ എന്താ അമ്പലത്തിൽ പോയി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ, പ്രാണപ്രതിഷ്ഠയുടെ ഒരു കോലാഹലം ഉണ്ടാക്കി പലരും. ഒരു ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പലരും അതിനെ വിമർശിക്കുന്നു. ക്ഷേത്രമാവാതെ പ്രാണപ്രതിഷ്ഠ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? ഉണ്ടോ? എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും പ്രാണപ്രതിഷ്ഠ ഈ ക്ഷേത്രമായിട്ടല്ല പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു ശ്രീകോവിൽ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് പിന്നെ ചുറ്റമ്പലവും അതുപോലെ തന്നെ കൊടിമരമൊക്കെ വന്നിട്ടുള്ളത് ആണോ? ആണോ അല്ലയോ? ഏത് ക്ഷേത്രം എടുത്ത് നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും ആർക്കെങ്കിലും അവിടെ ഒരു ദൈവികത തോന്നിയിട്ടുണ്ടാവും ആണോ? പിന്നെ അവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് അവിടെ ക്ഷേത്രത്തിന്റെ സംസ്കൃതമൊക്കെ ഉള്ളത് അറിയപ്പെടുക ആണോ? അങ്ങനെ അവിടെ ഒരു പ്രതിഷ്ഠ, ചെറിയ ശ്രീകോവിലൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തി ആണോ? ആണോ അല്ലയോ? പിന്നെയാണ് പുനഃപ്രതിഷ്ഠയും പുനഃകാര്യങ്ങളും ഒക്കെ പിന്നീടാണ് വളർന്നു വന്നിട്ടുള്ളത് ആണോ? നിങ്ങൾ ഗുരുവായൂർ അമ്പലം എടുത്തു നോക്കൂ, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചു എന്നല്ലേ കഥ. അന്ന് അവിടെ ഗുരുവായൂർ അമ്പലം മുഴുവൻ പൂർത്തീകരിച്ചിട്ടാണോ ചെയ്തിട്ടുണ്ടാവുക? ഒരമ്പലവും പൂർത്തീകരിച്ചിട്ടുള്ള ശബരിമല ഇന്ന് കാണുന്ന അമ്പലം മുമ്പ് വെറും ഓല ഷെഡിലായിരുന്നു. അതിനു മുമ്പ് വെറും തറയിലായിരുന്നു അയ്യപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ അതിന്റെ ചിത്രം കണ്ടിട്ട് മഹാരാജാവിന്റെ അടുത്ത്, മരിച്ചുപോയ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അടുത്ത് പഴയ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും അവിടെ സപ്താഹത്തിൽ അദ്ദേഹം കാഴ്ചയിൽ തറയിൽ, വെറും തറയിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠയുള്ള ഒരു കാലുണ്ടായിരുന്നു. ഒരു കുന്തും ഉണ്ടായിരുന്നില്ല അവിടെ. ആ 18-ാം പടിയിലെ കല്ലുകൾ മാത്രമുണ്ട്. അതിനുശേഷമാണ് അവിടെ പലതും വന്നിട്ടുള്ളത്. അപ്പൊ അയ്യപ്പന്റെ പ്രതിഷ്ഠ അമ്പലം മുഴുവൻ കഴിഞ്ഞിട്ടാണോ ഉണ്ടായിട്ടുള്ളത്? പറയും നിങ്ങൾ. പക്ഷെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പലർക്കും പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ വിഷയത്തിൽ വേണ്ടത്ര ആധികാരികമായൊരു അറിവില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുന്നത് ആണോ അല്ലയോ? ഇതുപോലെയാണ് നമ്മുടെ കുട്ടികൾ തളരുന്നതിന് കാരണം, മരിക്കുന്നതിന് കാരണം, അച്ഛനമ്മമാരെയൊക്കെ പുറത്തെറിയുന്നതിന് കാരണം അവർക്ക് വേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യാം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കുക. എന്താണ്? ഒരു 108 തവണ നാമം. ക്രമേണ നമ്മൾ ആ സംസ്കാരത്തിലേക്ക് വരണം. ഈ രാമനാമത്തിന്റെ മഹത്വം കൊണ്ടാണ് വാത്മീകി എന്നൊരു മഹർഷി നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആണോ? വെറും കള്ളനായി നടന്ന രത്നാകരൻ മര 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 ജപിച്ചപ്പോൾ എന്താ ഈ രാമ എന്നുള്ള മന്ത്രത്തിന്റെ ഒരു ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, ര എന്ന അക്ഷരം, ര ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ, ര എന്ന് ഉറപ്പിച്ചു പറഞ്ഞു നോക്കൂ. ര എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരു ഊർജ ശക്തി ഉണരുകയാണ്, അഗ്നി ഉണരുകയാണ് ആണോ? ര ര ര ശക്തി, പ്രാണശക്തി ഉണരുകയാണ് ആണോ? ഉണരുന്ന ഉയരുന്ന ഒരു ശക്തി ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന സൂര്യന്റെ ഒരു പേരുണ്ട് രവി. കത്തിജ്വലിച്ച് ഉയരുകയാണ് സൂര്യൻ ആണോ? താഴുകയല്ല സൂര്യൻ, സൂര്യൻ ഉദിച്ചുയരുകയാണ് ആണോ? അപ്പൊ നമ്മള് ര എന്ന അക്ഷരം കൊണ്ട് നമ്മുടെ ഊർജവും ശക്തിയും കൂടുകയാണ്, ഉണരുകയാണ്. മ എന്ന് പറഞ്ഞാൽ മനസ്സ് അലിയുകയാണ്. മനസ്സലിയുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സിനെ ദൈവീകമായ ചിന്തയിലേക്ക് അലിയുന്നോറും മനസ്സ് ദൈവീകമായി മാറും. അതായത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത ഉണ്ട്, ഏതിലേക്ക് അലിയുന്നു അത് അതായി തീരും. നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്നത് അവൻ അവളിൽ അലിഞ്ഞു കിടക്കുക.
നിങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ വഴിതെറ്റി പോയാൽ പറയുന്ന ഒരു വാക്കാണ്, ആണോ? അല്ലെങ്കിൽ അവൻ ആ മൊബൈലിൽ അലിഞ്ഞു കിടക്കുകയാണ്, മുഴുകി കിടക്കുക, പറയാറുണ്ടോ? ഏതിൽ അലിഞ്ഞു കിടന്നോ, ഏതിൽ മുഴുകിയോ സ്വഭാവം അതിനനുസരിച്ചായിരിക്കും, ആണോ? വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയി അലിഞ്ഞു ചേർന്നാൽ ആ സ്വഭാവമായിരിക്കും ഉണ്ടാകും, ആണോ? പറയൂ നിങ്ങൾ. ലഹരിയിലേക്ക് അലിഞ്ഞു പോയാൽ ആ മനസ്സ് അങ്ങനെ ലഹരിയുടെ ഒരു സ്വഭാവത്തിലേക്ക് മാറും, ആണോ? മാ എന്ന അക്ഷരം കൊണ്ട് മീളനം, സമ്മേളനം, ലയിക്കുക. ഇവിടെ എവിടെയാ ലയിക്കേണ്ടത്? ദൈവീകമായ ചിന്തയിൽ. എവിടെയാണ്? രാമ എന്ന് പറയുന്നതിൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് തന്റെ ദൈവീകമായ ശക്തി, ദൈവീകമായ ശക്തിയിൽ, മേളനം, ലയിക്കണം. തന്റെ ദൈവീക ശക്തിയിൽ ലയിക്കും തോറും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരുന്ന കഴിവുകളും ശക്തിയും അത്ഭുതകരമായിരിക്കും. നിങ്ങൾ നോക്കൂ, രത്നാകരിൽ നിന്നും ഉണർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്ന അത്യുജ്വലമായ കൃതിയാണ് ശ്രീരാമസ്വാമി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന രാമായണം. 24,000 ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ആദി കാവ്യമാണ് ഏത്? രാമായണം. ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന് അഭിമാനത്തോടുകൂടി നിൽക്കാൻ സാധിക്കുന്നത്. ലോകത്തിലിപ്പം ഐൻസ്റ്റീനെ കുറിച്ച് പറയണം, അപ്പോഴൊക്കെ അവർക്ക് ആ ക്രെഡിറ്റ്, കാരണം വിദേശിയാണ് അദ്ദേഹം. ന്യൂട്ടൺ, ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ വിദേശികളായ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുക, ആണോ? അല്ലയോ? എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കട്ടെ, ലോകത്തിൽ ആദ്യത്തെ കാവ്യം രചിച്ചവര്, 24,000 ശ്ലോകമുള്ള കാവ്യം രചിച്ചത് ഭാരതീയനായ ഒരു ഋഷിയാണ്, മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹം സാധാരണ മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ കള്ളനായി നടന്ന, വഴിതെറ്റി നടന്ന ഒരു മനുഷ്യനിൽ നിന്നും ഒരു മഹാനായിട്ട് മാറിയ, ദൈവീക മനുഷ്യനായിട്ട് മാറിയ വ്യക്തിത്വമാണ്. ലോകത്തിന് ആദ്യത്തെ കാവ്യം സംഭാവന ചെയ്ത നാടാണ് ഞങ്ങളുടെ നാട് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കേണ്ട നമ്മുടെ കുട്ടികൾക്ക്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പറയൂ. നമുക്ക് നമ്മുടെ സംസ്കൃതി അല്ല നമ്മൾ നിലനിൽക്കുന്നത്. അമേരിക്കക്കാരൻ അത് കണ്ടുപിടിച്ചു, അമേരിക്കക്കാരൻ ഇത് കണ്ടുപിടിച്ചു, ആണോ? ന്യൂട്ടൺ അത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയും. നോക്കൂ നിങ്ങൾ, ന്യൂട്ടൺ ആണ് ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ആപ്പിൾ തലയിൽ വീണ് പറഞ്ഞത് എവരി ആക്ഷൻ വിൽ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കുട്ടികൾ പഠിക്കും സ്കൂളിൽ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ ഒക്കെ കുട്ടികൾ പഠിക്കും. എന്നാൽ ഈ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഈ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതിൽ പരം ഒരു തിയറി ലോകത്തിൽ എന്താ ഉള്ളത്? ഇത് പറയാൻ സാധിച്ച ഒരു രത്നാകരന്റെ ഭാര്യയുള്ള നാടാണ് ഈ ഭാരതം എന്ന് നമ്മുടെ കുട്ടികൾ പറയണ്ടേ? എന്താ വിട്ടാത്തത് നിങ്ങൾ? ഈ തരത്തിലൊക്കെ പറയണോ വേണ്ടയോ? ഒരു സ്വന്തം നാടിനോട് ഒരു അഭിമാനം വേണോ? ജനനീ ജന്മഭൂമി സ്വർഗാദവികരീയസി. രാമൻ പറഞ്ഞു എന്നാണ് വാസ്തവത്തിൽ രാമായണത്തിലുള്ളതല്ല, അത് വേറെ എവിടെയോ കവി എഴുതിയതാണ്, രാമന്റേതായിട്ടുള്ള ഒരു ഭാഷയായിട്ട് എഴുതിയതാണ്. ജനനീ ജന്മഭൂമി സ്വർഗാദവികരീയസി. ജനിച്ച മണ്ണും എനിക്ക് സ്വന്തം പെറ്റ അമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ഒരു ഭാഗം രാമൻ പറഞ്ഞു ഒരു കാവ്യം ലോകത്തിൽ പ്രചരിക്കപ്പെട്ടു. ഇതൊക്കെ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണത്തിന്റെ മഹത്വം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അസാധാരണ വ്യക്തിയെ ദൈവീക മനുഷ്യനാക്കി മാറ്റാൻ സാധിച്ച സംസ്കാരമുള്ള ഒരു നാടാണ് ഈ നാട്. ഇനി രാമനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ദൈവീകതയുള്ള ഒരു മനുഷ്യൻ. അപ്പൊ മനുഷ്യ മനസ്സിന് ദൈവീകതയുള്ളതാണ്, ആസുരികതയുള്ളതാണ്. മനുഷ്യ മനസ്സിന് ഏതുമാവാം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നമ്മൾ മലയാളത്തിൽ പറയും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കുന്നത് കല്ലിന്റെ മുകളിൽ കുറച്ച് മുല്ല പൂമ്പടി കൊണ്ടിരുന്നതാണോ? ഇതിന്റെ എന്താ അർത്ഥം? ഇതിന്റെ ഒരു വിജ്ഞാനത്വം ഉണ്ടല്ലോ ഇതിനുള്ളിൽ. എന്തായിരിക്കുന്നത്? നല്ല മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഏത് സാധാരണ വ്യക്തിയും അസാധാരണത്വമുള്ള ദൈവികത്വമുള്ള മനുഷ്യരായി മാറും എന്നല്ലേ? നിങ്ങൾ നോക്കൂ, നല്ല മനുഷ്യൻ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ അതായി മാറും. നിങ്ങൾ നോക്കൂ, കൈകേയി ദേവി മന്ദരയുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് ഉണ്ടോ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കുടുംബത്തെ, ആണോ? പറയൂ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, വാനരന്മാരായിട്ടുള്ള ഹനുമാൻ സ്വാമിയെ പോലുള്ളവര് അല്ലേ, രാമനുമായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ട്. ഇന്ന് ഹനുമാൻ എന്ന് പറയുന്നത് ദൈവമാണ് ഭാരതത്തിൽ. അറിയോ നിങ്ങൾക്ക്? രാമായണത്തോട് എന്താ ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇത്ര വലിയ താല്പര്യം? അവർക്ക് രാമനേക്കാൾ കൂടുതൽ അടുപ്പം ഹനുമാനോടാണ്.
നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ഉത്തരേന്ത്യയിൽ കൊച്ചുനാൾ മുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആരെങ്കിലും കേട്ടോ അറിയാം? ഹനുമാൻ ചാലീസ എന്ന് പറയും. നമ്മുടെ നാട് പോലെയല്ല, ആ നാട്ടില് നോർത്ത് ഇന്ത്യയില് വീടുകളില് ഹനുമാൻ ചാലീസ ചൊല്ലിയിരിക്കണം. കൊച്ചുനാൾ മുതൽ അവർ ചൊല്ലിയിരിക്കണം. അത് അവരുടെ ജീവിതചര്യയാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല, അവിടെയുണ്ട്. അതിന് പറയാ ഹനുമാൻ ചാലീസ. എന്താ പറയാ? ഹനുമാൻ അവർക്ക് ബജ്രംഗ് ബലി. കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? എന്താണ് ബജ്രംഗ് ബലി? സത്യത്തിൽ ഹനുമാൻ സ്വാമിയാണ് നമ്മുടെ വിജയത്തിന്റെ ഒരു വലിയൊരു പ്രതീകം. വിജയത്തിന്റെ അടുത്ത കാലത്ത് ചൈനക്കാർ ഗാൽവാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ചൈന ഇന്ത്യ അതിർത്തിയിൽ ഒരു നിയമം പണ്ട് നെഹ്റു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് സൈനികർ ആയുധം ഉപയോഗിക്കരുത്. ഗാൽവാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 20ഓളം ഇന്ത്യൻ സൈനികരെ കൊന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ ഇന്ത്യൻ സൈന്യം ആയുധം ഉപയോഗിക്കാറില്ല. അപ്പൊ അവരെ അവിടെ ചെന്ന് പെട്രോളിംഗ് നടത്തുക, അവിടെ കാവല് നിൽക്കുക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതുപോലെ ചൈനയുടെ മിലിറ്ററി ഉണ്ട്. ഈ ചൈനക്കാരൻ എന്ത് ചോദിച്ചാൽ ക്രൂരത കാണിച്ചു. പട്ടികയുടെ മുകളിലൊക്കെ ആണി അടിച്ചു കൊണ്ടുവന്ന് ആയുധങ്ങളൊക്കെ വെച്ച് ഒരു പെട്ടെന്ന് ഇന്ത്യൻ സൈന്യത്തെ അങ്ങോട്ട് ആക്രമിച്ചു. അവിടുത്തെ തണുപ്പ് ആ സമയത്ത് -1 or -2 ആണ്. അത്ര തണുപ്പ്. അതിൽ ഒഴുകുന്ന ഗാൽവാന്റെ തീരത്തോട് ഒഴുകുന്ന നദി വെള്ളം ഐസാണ് മുഴുവൻ. അതിൽ വീണാൻ മനുഷ്യന്റെ മജ്ജ വരെ മരവിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയ ആളാണ്, ഞാൻ നേരിട്ട് പോയ ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന സ്വാമി ഇവിടുത്തെ കഥ പറയുന്നത്. ഞാൻ ആ സ്ഥലത്തിന്റെ തണുപ്പ് നേരിട്ട് അനുഭവിച്ച ആളാണ്. ആ വെള്ളത്തിൽ വീണ മരവിച്ചു, മനുഷ്യന്റെ ഹൃദയം നിന്നു, അത്ര തണുപ്പാണ്. ഇവരെന്ത് ചോദിച്ചാൽ ഇന്ത്യൻ സൈന്യത്തെ പെട്ടെന്ന് ആക്രമിച്ചു. എന്നിട്ടും നമ്മുടെ സൈന്യം പിടിച്ചു നിന്നു, ആക്രമിക്കരുതെന്ന് പറഞ്ഞു. 2-3 ആളുകൾ മരിച്ചു. ഇവരെന്തിനറിയോ? വെള്ളത്തിലേക്ക് തള്ളിയിടാൻ തുടങ്ങി. അവർക്കറിയാം വെള്ളത്തിൽ വീണാ പിന്നെ ജീവനോടുകൂടി ഉണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ നമ്മുടെ മിലിറ്ററി സൈന്യം വിളിച്ച വിളി എന്നറിയുന്നു, ജയ് ബജ്രംഗ് ബലി എന്ന് ഒരാളെ വിളിച്ചതും പിന്നെ സൈന്യത്തിനെ പിടിക്കാൻ പറ്റില്ല. ജയ് ബജ്രംഗ് ബലി എന്നൊരു വിളിയാണ്. സത്യം ആരടിക്കുന്ന എനിക്കറിയില്ല. ആ സമയത്ത് അത് അടിച്ചിട്ടുണ്ടാവട്ടെ. ഐസ് എന്താവട്ടെ അല്ലേ? അതിനൊരു സത്യം ഉണ്ടെന്നുള്ളതാണ്. ആ ഒരൊറ്റ വിളിയാണ്. എന്താണ്? ജയ് ബജ്രംഗ് ബലി. ഇത് നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു പ്രശ്നം എനിക്ക് ഞാൻ എന്ന് പറയായിരുന്നു. ഈ രാമക്ഷേത്രത്തിന്റെ കേസ് സുപ്രീം കോടതി കഴിഞ്ഞ് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് പരാശരൻ എന്ന് പറയുന്ന വക്കീലായിരുന്നു ഇന്ത്യൻ ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നു. പരാശരൻ 98 വയസ്സ്. എത്ര വയസ്സ് കൂടി പറയും. ഈ മനുഷ്യൻ തന്റെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണിക്ക് എവിടെ നിന്ന് പറയുക 10-20 കുരങ്ങന്മാരെ എന്റെ വീട്ടിൽ വന്നുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ കരഞ്ഞ് കണ്ണുനീർ നിറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് പറഞ്ഞാൽ വിശ്വാസമാണ്. ഞാനിപ്പം ബോംബെയിലെ ഡിസംബറിൽ സപ്താഹത്തിനായി. ഈ കഴിഞ്ഞ ഡിസംബറിൽ ബോംബെയിൽ സപ്താഹം രാമാവതാരം വരുന്ന ദിവസം ആ പ്രദേശത്തൊന്നും കുരങ്ങന്മാരില്ല, കുറച്ച് ദൂരെ കാണുന്നു. രാമാവതാരം വരുന്ന ദിവസം ഈ സപ്താഹത്തിന്റെ വേദിയുടെ മുന്നിൽ, സപ്താഹങ്ങളുടെ ഹോളം നടത്തി നടക്കുകയാണ് ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ മുന്നിലുള്ള വരാന്തയില് കൃത്യം ആ പൂജയുടെ ഭാഗങ്ങളൊക്കെ നടക്കുന്നത് നോക്കിക്കൊണ്ട് ശാന്തനായിക്കൊണ്ട് ഒരു വാനരൻ അവിടെ ഇരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും കൈകൂപ്പിപ്പോയി. ആ വാനരൻ എന്തെങ്കിലും എടുക്കാൻ വരികയാണോ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ അത് ചെയ്യായിരുന്നു. അതിൽ ആളുകൾ വരുന്നു പോകുന്നു, ഒന്നും ചെയ്തില്ല. പിന്നെ ആളുകൾക്ക് ഒരു പേടിയാവണ്ടെന്ന് വെച്ചിട്ട് അവര് അതിനെ പറഞ്ഞയച്ചു. അത് പോവുകയും ചെയ്തു. ഒരു ഉപദ്രവമൊന്നുമില്ല, വടി എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ കൈകൊണ്ട് തട്ടിയപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു. എന്നാൽ ആ വാനരൻ ആ പൂജ നടക്കുന്ന അവിടേക്ക് തന്നെ കുറച്ചു നേരം നോക്കിയിട്ട് അവിടെ പോവുകയും ചെയ്തു. ഇതൊക്കെ ഒരു പക്ഷേ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളാണ്, നിങ്ങൾ അന്ധവിശ്വാസികളാണെന്നൊക്കെ പറയാം. പക്ഷെ ഈ സമയത്ത് എന്തിനു വന്നു? ഈ രാമാവതാരം പറയുമ്പോൾ അതിന് വേറെ ഏതെങ്കിലും സമയത്ത് വന്നാൽ പോലെ ഇല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ അവർക്കും സാധ്യത. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നിമിത്തങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ബെല്ലടിക്കണം, ഞാനിപ്പോ ബെല്ലടിക്കണം സത്യമാണെന്ന് വിശ്വസിക്കണമെന്നും എല്ലാവരും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ അമ്പലത്തിലൊക്കെ മണി അടിക്കുമ്പോൾ നമ്മൾ പറയും ഇല്ലേ, പറയാറില്ലേ? എന്താ പറയാ? സത്യം എന്ന് പറയണ്ട, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ആണോ? അപ്പോ ഈ ഹനുമാൻ സ്വാമിയുടെ പേര് അത്ര ഒരു സ്വാധീനം ചെലുത്തിയിട്ടറിയാം. ജയ് ബജ്രംഗ് ബലി എന്നാണ്. എന്താണ്? അങ്ങോട്ട് പിന്നെ ഒരു അക്രമമായിരുന്നു. ഒരായുധമില്ലാത്ത നമ്മുടെ സൈന്യം
40 പേരെ ഞാൻ വെള്ളത്തിലിട്ടു. ഈ ചൈനക്കാരൻ മനസ്സിലാക്കിയില്ല, അവന്റെ ആയുധങ്ങൾ അവന് ഉയരൂല്ല വിവരൂല്ല. അവന് ആയുധമുണ്ട്, എന്തില്ല, ഉയരൂല്ല വിവരൂല്ല. ഇത് രണ്ടും ഇല്ല എന്നുള്ള അവൻ അറിയില്ല. പിടിച്ച് ജീവനം കൊണ്ടോടി. നമ്മുടെ വെറും 40ഓളം സൈന്യം, അതിൽ 20 പേരെ കൊന്നു. അവരാണെങ്കിൽ 100 കണക്കിന് സൈന്യം ഉണ്ടായിട്ടും ജീവനും കൊണ്ട് ഇവരുടെ ആ ശബ്ദമുള്ള ജയ് ബജരംഗബലി. ഇങ്ങനെ ഒരു 10-20 പേര് ജയ് ബജരംഗബലി പറഞ്ഞാൽ തന്നെ വിവരമില്ലാത്തവന് കുറച്ച് ധൈര്യം ചോർന്നു പോയില്ലയോ? പറയൂ നിങ്ങൾ. ഈ തരത്തിൽ അത്ര ഹനുമാൻ സ്വാമി സ്വാധീനിക്കപ്പെട്ട നാടാണ് ഈ നാട്. അറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈ കേരളം എന്നോ ഒരു കുഴിയിൽ വീട് കിടക്കുക. ഇതൊന്നും ഉയർത്തട്ടെ കേരളത്തിനെ? വേണോ വേണ്ടോ? അതുകൊണ്ട് എനിക്ക് അമ്മമാരോട് പറയാൻ, നിങ്ങൾ വിചാരിച്ചാൽ നാളെ മഹാന്മാരെ സൃഷ്ടിക്കാം. രാമായണം മഹാന്മാരെ സൃഷ്ടിക്കുന്ന ഒരു കാവ്യമാണ്. രാമായണത്തെ പഠിച്ചിട്ടുള്ള അനവധി മഹാന്മാരുടെ ജീവിതം അവർ ധന്യമാക്കി തരുന്നത്. നിങ്ങൾക്ക് രാമായണത്തെ ബേസ് ചെയ്തിട്ടാണ് കാളിദാസൻ പല കൃതികളും എഴുതിയിട്ടുള്ളത്. രാമായണത്തെ അധികരിച്ചിട്ടാണ് അനവധി കൃതികൾ ലോകത്തിലുണ്ടായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, രാമായണവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറിയാണ് വരുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്ത് മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്യുന്നതും വൈശാലി എന്നൊരു സിനിമയൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ ഈ വാൽമീകി എഴുതി വെച്ച കഥകളിൽ നിന്ന് രൂപപ്പെടുത്തിയ സ്റ്റോറികളാണ്. എത്ര കഥകൾ. രാമായണം സീരിയല് ഭാരതത്തിലേറെ സ്വാധീനിച്ച് ഇങ്ങനെ അനവധി ചരിത്രങ്ങളും കഥകളും മഹാത്മാക്കൾ എഴുതി വെച്ചിട്ടുള്ളൂ രാമായണത്തെ കുറിച്ച്. ഈ കേരളത്തിൽ വരുമ്പോഴാണ് ഇത് നിത്യ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് നിത്യ എന്നൊക്കെ പറയുന്നത്? കാരണം കേരളീയർക്ക് സ്വാഭിമാനം കുറവാണ്. നമ്മുടെ സംസ്കൃതിയെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. രാവിലെ എണീക്കില്ല, അമ്പലത്തിൽ കൊണ്ടുപോയില്ല, കിടന്നുറങ്ങും. എന്നിട്ട് അമ്മമാരും കിടന്നുറങ്ങും, ഒക്കെ ഇരുന്ന് തോണ്ടുകയുന്നുണ്ട്. എന്നിട്ട് ഇരുന്ന് ഉറക്കം തൂങ്ങും കഴിയുന്നതും. ഈ മക്കൾ ഉറക്കം തൂങ്ങിയിട്ട് എന്ത് നേടാൻ പറ്റും? ഒരു ഊർജ്ജമുള്ള കുട്ടികളെ സൃഷ്ടിക്കണമെങ്കിൽ, ഉത്സാഹമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ രാവിലെ നമ്മൾ അവരുടെ ജീവിതത്തെ തപസ്സിലേക്ക് കൊണ്ടുവരണം. ആത്മീയത എന്ന് പറയുന്നത് രാവിലെ തുടങ്ങുന്നതാണ്. കാലത്തെണീറ്റ് അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കണം. ശ്രീരാം ജയറാം, ജയ ജയറാം എന്നോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ. അതാര് ജപിക്കണം? അമ്മമാര് ജപിക്കണം. ആദ്യം നമ്മുടെ വീട്ടിൽ അമ്മമാര് ജപിക്കുന്ന അമ്മമാരുണ്ടോ? ഒന്ന് കൈപൊക്കോ കാണിക്കുന്നത്? എത്ര പേരുണ്ട്? നോണ പറയണ്ടേ, സത്യം പറയുന്നത്. എന്തെങ്കിലും 4 അക്ഷരം വൈകുന്നേരം അച്ഛനായിരുന്നോ കഴിഞ്ഞു. നമ്മൾ കൃത്യം ജപിക്കുന്ന അമ്മമാർ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ആകെ 2 പേരുണ്ട്. നോക്കൂ, നമ്മുടെ ഹിന്ദുക്കൾ എങ്ങനെ നേരെയാവും? ഇത് കണ്ട് വളരുന്ന കുട്ടികൾ എങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യും? നിങ്ങളെ ഒരു അരിക്കാക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. യദ്യദാചരതി ശ്രേഷ്ഠ. ഇത് ചൊല്ലു എല്ലാവരും. യത് ആചരതി ശ്രേഷ്ഠ. പറയൂ. ആരാണോ ആചരിച്ച് കാണിക്കുന്നവര് അവരെയാണ് ശ്രേഷ്ഠന്മാരായി കണക്കാക്കുക. ആരാ ശ്രേഷ്ഠന്മാര്? ആചരിച്ച് കാണിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി കുട്ടികൾ നിങ്ങൾ ജപിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടികളും നിങ്ങളെ പോലെ ചെയ്യും. അവര് നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും. ഉണ്ടോ ഇല്ലയോ? ഒരു ആത്മീയ സംസ്കാരമുള്ള ഒരു അച്ഛനെ റോട്ടിനരികിൽ ആക്കാൻ ഏതെങ്കിലും മക്കൾക്ക് തോന്നുമോ? അപ്പൊ നമ്മളെ റോഡിലേക്ക് ആക്കുന്നത്, വഴിയരികിലേക്ക് ആക്കുന്നത്, ഉപേക്ഷിക്കുന്നതിന് കാരണം ഉറക്കെ പറയില്ല നിങ്ങൾ. നമ്മളതിന് യോഗ്യരാണ്. കാരണം നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചു. ആണോ? രാവിലെ എണീക്കും, കുറച്ച് പലഹാരം ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുന്ന് സീരിയൽ. മക്കൾ വരുന്ന സമയത്ത് കാണുന്ന എന്താണ്? സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെയാണ്. പിന്നെ എങ്ങനെ നിങ്ങളോട് ബഹുമാനം ഉണ്ടാവുക? എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഈ സീരിയൽ കാണൽ വളരെ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. നിങ്ങളുടെ വീട് നശിപ്പിക്കരുത്. കാരണം ഈ ശബ്ദത്തിനൊക്കെ വലിയ ഒരു സ്വാധീനമുണ്ട് അന്തരീക്ഷത്തിൽ. ഈ രാമ നിങ്ങളുടെ വീട്ടിൽ കുറച്ചു നേരം ജപിച്ചു നോക്കൂ, ആ അന്തരീക്ഷത്തിൽ ആ വൈബ്രേഷൻ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ സീരിയൽ കാണുന്നുണ്ടല്ലോ, ഈ സംശയരോഗത്തിന് മിക്കവാറും സീരിയലൊക്കെ സംശയരോഗത്തിലാണ്. ആണോ? എന്ത് വ്യക്തമായിട്ടാണ് നിങ്ങൾ പറയുന്നത്? നാമത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തതയില്ലേ? രാമായണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഉറപ്പ് ഞാൻ കേട്ടില്ല. എന്നാൽ സീരിയലിനെ കുറിച്ച് കേൾക്കുമ്പോൾ പറയുന്നത് എന്തൊരു അറിവിലാണ് നിങ്ങൾ പറയുന്നത്. ഈ സംശയ രോഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അസൂയയും പോലും ഇത് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ ഈ മക്കൾക്ക് നാളെ നിങ്ങളുടെ സംശയം, ഈ മക്കൾക്ക് നാളെ നിങ്ങളെ അങ്ങനെ തോന്നും. അങ്ങനെ നിങ്ങൾ രാമായണത്തിലെ ഒരു ഭാഗം കാണാം. ശ്രീരാമസ്വാമിയെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ രാമൻ പറയും,
എന്താ മഹർഷി ഒരു ഭയങ്കര ഭയം തോന്നുന്നു ഈ ഏരിയയില്, എന്തോ ഒരു ഭയപ്പാട് തോന്നുന്നു എനിക്ക്. അപ്പോഴാണ് പറയുന്നത് താടക വസിക്കുന്ന സ്ഥലമാണ് രാമൻ. താടകയെ രാമൻ കണ്ടിട്ടില്ല, താടകയെ കണ്ടിട്ടില്ല. കാണാതെ തന്നെ ആ സ്ഥലത്തിന്റെ സ്വാധീനം രാമൻ ഉണ്ടായിരുന്നോ? അപ്പോഴല്ലേ പറയുന്ന അവളെ പേടിച്ചാലും ആ വഴി നടപ്പിയില്ല. അവളെ കണ്ടിട്ടില്ല രാമൻ, അവളെ പിന്നെ ഞാണ വലിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ ഇറങ്ങി വരുന്നത്. ആണോ? ആണോ അല്ലയോ? അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭയപ്പാടിന്റെ സ്വാധീനം ആ സ്ഥലത്തുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ സീരിയലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അവിടെ ഉണ്ടാവും. ഒരു കാര്യം അമ്മമാരെ എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് സീരിയൽ കാണണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട് കാണരുത്. കാരണം നിങ്ങളുടെ വീട്ടിലെ മക്കള് വഴി തെറ്റും, അവരെ ആ അന്തരീക്ഷ സ്വാധീനം ഉണ്ടാക്കും. ഞാൻ പറയണതൊന്നും നിങ്ങൾ ഇന്നിപ്പോ സയൻസിന്റെ കാലമാണല്ലോ, സയന്റിഫിക്കലി മനസ്സിലാക്കുക. ഒരു വീട്ടിൽ കള്ളം കയറി വിചാരിക്കുക, കള്ളം കയറി അവിടെ ചിലത് മോഷ്ടിച്ചു വിചാരിക്കുക. അങ്ങനെ ആ കള്ളൻ പോയി 2 or 3 ദിവസം കഴിഞ്ഞിട്ട് കള്ളനെ പിടിച്ചില്ല, പോലീസ് നായും കൊണ്ടുവന്നു. എന്റെ ചോദ്യം ഇതാണ്, അതിനെ പലരും നടന്നു കാണാം, അവിടെ കാറ്റടിക്കുന്നുണ്ട്, പലതും കത്തിച്ചതിന്റെ പുകയൊക്കെ അതിനെ പോയിട്ടുണ്ടാവും. എന്നാലും ആ കള്ളന്റെ ശരീരത്തിലെ ഒരു വാസന അന്തരീക്ഷത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ? എനിക്കത് മാത്രം കേട്ടാ. നിങ്ങൾ ഇതുവരെയൊക്കെ കേട്ടുള്ള പോലീസ് നായ വന്നോ മണത്തോ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുമോ? അങ്ങനെയല്ലേ പല കള്ളന്മാരെ പിടിക്കാറ്. ഉണ്ടാവുമോ ഇല്ലയോ? ആ സ്വാധീനം ഉണ്ടല്ലോ അവിടെ, ഉണ്ടോ? അപ്പൊ നോക്കൂ, പലതും കത്തിച്ചതിന്റെ വാസന, ഇവൻ ചന്ദനത്തിരി കത്തിച്ചാൽ പോലും ആ വ്യക്തിയുടെ ശരീരത്തിലെ ആ വാസന അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെങ്കിൽ, കേവലം ശരീരത്തിന്റെ വാസന അവിടെ നിൽക്കുമെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ നമ്മുടെ വീട് ആരാ നശിപ്പിക്കുന്നത്? നിങ്ങളുടെ വീട് നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഈ സംശയ രോഗത്തിന്റെയും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ ഈ ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിലാക്കിയത് ഇത് കുട്ടികളെ സ്വാധീനിക്കും. നാളെ ഈ കുട്ടികൾ പറയും, എന്തോ എനിക്ക് തോന്നുന്നു ഈ അന്തരീക്ഷം എന്നെ എന്തോ ചെയ്യാൻ തോന്നിക്കുന്നു, ആ അന്തരീക്ഷം അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. ആരാണ് അച്ഛന്റെ കഴുത്തിന് പിടിച്ചു, അമ്മയുടെ കഴുത്തിന് പിടിച്ച് തള്ളി. നാളെ കണ്ടില്ലേ ഒരു മരുമകള് കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടാണ് കണ്ടില്ലേ? നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണില്ലേ? ചില വീഡിയോസ് ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചാൽ തിരിച്ചു തരും നിങ്ങൾക്ക്. നമ്മളാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് നമ്മള് രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഏത് സാധാരണക്കാരെയും വലിയ മഹാന്മാരാക്കി മാറ്റിയ സംസ്കൃതിയുടെ ഒരു പേരുള്ള ഒരു ചരിത്രമാണ് രാമായണത്തില്. ആണോ? നിങ്ങൾ നോക്ക്, ശബരി ദേവി, കാട്ടിൽ ജനിച്ചു വളർന്ന ശബരി ദേവി, അവരെ ഇന്ന് നമ്മൾ കാണുന്നത് ഋഷി തുല്യാണ്. ആ ശബരി ദേവി തപസ് ചെയ്ത സ്ഥലമാണ് പിൽക്കാലത്ത് ഏതായി മാറിയത്? ശബരിമല. ശ്രീരാമസ്വാമി വന്ന സ്ഥലമാണ്. ഈ കേരളത്തിൽ ശ്രീരാമസ്വാമി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് അയോധ്യയില് രാമക്ഷേത്ര നിർമ്മാണവും അതുപോലെ തന്നെ രാമന്റെ പ്രതിഷ്ഠയൊക്കെ നടക്കും. ഏറെ ഒരു സന്തോഷം തോന്നേണ്ട ആളുകൾ കേരളീയരാണ്. കാരണം ശ്രീരാമസ്വാമി കേരളത്തിൽ വന്ന് ശബരി ദേവി കാണുന്നത് മുതലാണ് സീതാന്വേഷണത്തിന്റെ വഴിത്തിരിവുണ്ടാകുന്നത്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ ഒരു സീതാദേവി എങ്ങോട്ടാണ് പോയി അന്വേഷിക്കേണ്ടത്, ആരെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ള വ്യക്തമായ ഉത്തരം കിട്ടിയത് കേരളത്തിലെത്തിയതിനു ശേഷമാണ്. ആണോ? പമ്പാ നദിയിൽ ചെന്ന് അദ്ദേഹം കുളിക്കുന്നു, വെള്ളം കുടിക്കുന്നു, എന്നിട്ട് ശബരി ദേവി കാണുന്നു. ശബരി ദേവിയാണ് പറയുന്നത്, ഇതേ അങ്ങ് സുഗ്രീവനെ പോയി കാണണം, ഋഷിമുഖാതരത്തിൽ ആ സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കണം. ആണോ? ആരാ ശ്രീരാമസ്വാമിക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? എവിടെയായിരുന്നു ആ ശബരി ദേവി? കേരളത്തിലായിരുന്നില്ലേ? ഇന്ന് കേരളത്തിലല്ലേ? അപ്പൊ ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ പോലും ഏറെ സ്വാധീനിക്കപ്പെട്ട മണ്ണാണ് ഏത്? കേരളം. എന്നാൽ ഇത് കേരളം കാണിക്കുന്ന വിമുഖത നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഗുരുത്വമില്ല. ഒരു നാടിനൊരു ഗുരുത്വം വേണ്ടേ? ആ ഗുരുത്വം ഇല്ലാതെ എന്താ പോയത്? കാരണം ചെറുപ്പത്തിൽ കുട്ടികളിലേക്ക് ഇങ്ങനെയൊരു ആത്മീയ സംസ്കാരം പകരാൻ നമുക്ക് പറയൂ നിങ്ങൾ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നാളെ കാലത്ത് അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം നിങ്ങളൊക്കെ തുടങ്ങിയിരിക്കുക. തയ്യാറാണോ? എല്ലാവരും തയ്യാറാണോ? ഇവിടെ നല്ലൊരു അമ്പലമില്ലേ? നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? എല്ലാവരും അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം. കുളിക്കുക, അമ്പലത്തിൽ ഒരു 108 തവണ നാമം ജപിച്ച് പോരുക. എത്ര തവണ? 108 തവണ ചെല്ലുമോ? എല്ലാവരും ചെയ്യോ? പറയൂ നിങ്ങള്. ഇനി കുറച്ച് കുട്ടികളെ കൊണ്ട് രാവിലെ ഇനി അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും പ്രാണനെ ഉണർത്തുക. അതിന് യോഗാസനങ്ങളുണ്ട്, പ്രാണായാമം തുടങ്ങിയുള്ള പ്രക്രിയകളുണ്ട്. ഇവിടെ യോഗ പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. കുട്ടികളെ കൊണ്ട് കുറച്ചു നേരം യോഗ ചെയ്യിക്കുന്നത് നല്ലതാണ്. സൂര്യ നമസ്കാരങ്ങൾ ചെയ്യിക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് 108 തവണ വീടുകളിൽ ജപിച്ചിട്ടേ കുട്ടികളെ
സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും മറ്റും അയക്കാൻ പാടും. ആദ്യം ഇതാരും ലഭിക്കണം, അമ്മമാര് ലഭിക്കണം. കുളിക്കണമെന്നില്ല, ഇനിയിപ്പോ അത് പറയാം. ഇവിടെ ഇപ്പൊ കുളി രാവിലെ കുറവായിരിക്കും, ഒക്കെ 10 മണിക്ക് കുളിക്കാരായിരിക്കും അമ്മമാരധികം, അല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ രാവിലെ കുളിക്കണമെന്നില്ല, കയ്യും കാലും പല്ല് കഴുകണം, അത് നിർബന്ധമാണ്. പല്ല് തേച്ച് കയ്യും കാലും കഴുകിയിട്ടെങ്കിലും നാമം ജപിച്ചാൽ മതി. നമ്മൾ കുളിച്ചാലേ നാമം ചൊല്ലാവുന്നൊന്നുമില്ല, അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണം? കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഈവൻ സ്ത്രീകൾക്ക് പീരീഡ് ആണെങ്കിലും, നിങ്ങൾ എഴുത്തച്ഛന്റെ വരികളൊക്കെ കേട്ട് കാണാം. ഋതുവായ പെണ്ണിന് നിരപ്പനം ദാഹകനം പതിതനം ഒക്കെ കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ ഏതൊരാൾക്കും നാമം ജപിക്കാനാണ്. ആണോ? അത് ശീലമാക്കി നോക്കൂ നിങ്ങൾ. കുട്ടികളെ കൊണ്ടും അങ്ങനെ ശീലിപ്പിക്കുമെന്ന് നമുക്ക് ഈ അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തില് പ്രതിഷ്ഠയോടനുബന്ധിച്ച് നമ്മുടെ വീടുകളിലും ഒരു രാമപ്രതിഷ്ഠ, നാമപ്രതിഷ്ഠ നടക്കട്ടെ. തയ്യാറാണോ എല്ലാവരും? എത്ര പേര് അങ്ങനെ ഒരു വ്രതം എടുക്കാൻ തയ്യാറാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തുടങ്ങാൻ പോകണം ഒരു 108 തവണ ഇന്ന് മുതൽ, ഇന്നലെ 22-ാം തീയതി മുതൽ അന്നൊരു സങ്കല്പം വെച്ച് കണ്ടു തുടങ്ങാം. 108 തവണ ഞാൻ ജപിച്ചിട്ടുണ്ടാവും. ഹരേ രാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം അത് തന്നെ ആവർത്തിച്ച് ജപിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റം, ഈ മനസ്സിൽ നാമം ചൊല്ലുമ്പോൾ ഉണ്ടാവുമല്ലോ, ഈ നാമം മുഖത്തേക്ക് കയറും തോറും നാമശക്തി, ദൈവിക ശക്തി മനസ്സിന് വരും തോറും 3 കാര്യങ്ങൾ ഉണ്ടാവും. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ നാമം ചൊല്ലുമ്പോൾ ഉണ്ടാവുക? കഴിവ് കൂടും. എന്താണ്? ഒക്കെ പറയൂ. കഴിവുള്ളവരായി തീരും, അല്ലെങ്കിൽ കഴിവേറികളായി മാറും. കഴിവേറി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? നല്ല ഭാഷയാണോ? കഴിവേറി കഴിഞ്ഞാൽ നല്ല ഭാഷ ഈ നാട്ടിൽ എനിക്കറിയില്ല. കഴിവേറി കഴിഞ്ഞാൽ നല്ലവരാണോ? കേരളത്തിൽ പല അവസ്ഥ, എല്ലാം കഴിവേറിപ്പോയവരാണ്. വല്ലാതെ കഴിവേറിപ്പോയാൽ കഴിവേറികളായി, കൊള്ളരുതാത്തവരെ. നല്ല ഭാഷയാണോ കഴിവേറി? ആണോ? പറയൂ. അറിവുണ്ട്, പക്ഷെ ഗുണമില്ല. കാണാനൊക്കെ വലിയ ആളാണ്, പക്ഷെ ഉള്ളിൽ മുഴുവൻ നല്ല ചിന്തകളല്ല. ആണോ? പറയൂ നിങ്ങൾ. ഈ തരത്തിൽ ആവരുത്. കഴിവുള്ളവരായി മാറും. ആരായി മാറും? നോക്കൂ നിങ്ങൾ. ശ്രീരാമസ്വാമിയുടെ ആ ഒരു നാമത്തിന്റെ മഹത്വം അതാണ്. ഹനുമാൻ സ്വാമി ഏൽപ്പിക്കുന്ന ദൗത്യം നിങ്ങൾ ഹനുമാൻ സ്വാമിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശ്രീരാമസ്വാമി അദ്ദേഹത്തിന് ദൗത്യം ഏൽപ്പിച്ചു സീതാന്വേഷണത്തിന് വേണ്ടി, അല്ലേ? ആ ഹനുമാൻ സ്വാമി സീതാന്വേഷണത്തിന് പോയി. നിങ്ങളാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ അവിടെ പോയി അവിടെ കണ്ടില്ല, ഞാൻ തിരിച്ചു. എന്നാൽ ഹനുമാൻ സ്വാമി പോകുമ്പോഴൊക്കെ പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ? ആദ്യം ഒരാൾ വന്ന് പിടിച്ച് വിഴുങ്ങാൻ പോയി, ഉണ്ടോ? സരസാന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? പിന്നെ വേറൊരാളിതാ വന്ന് മൈനാകം ക്ഷണിക്കുന്നു സൽക്കാരം കൊള്ളാൻ വേണ്ടി, ഉണ്ടോ? അത് കഴിഞ്ഞ് വേറെ സുരസാന്ന് തൊട്ട് വേറെ എടുത്തി വന്നിട്ട് പിന്നിൽ വലിക്കും. അതെനിക്ക് വേറെ കേരളത്തിലാവും. കാര്യം പിന്നിൽ വലിക്കാൻ കൂടുതൽ സാമർത്ഥ്യം നമ്മുടെ നാട്ടിലാവും. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നിൽ വലിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ അദ്ദേഹം ഉടുത്തൊരു മുണ്ട്, അതിനെക്കുറിച്ച് ആരോ ഒരു അന്വേഷിച്ചു. ഇത് എവിടെ നിന്നാണ്? ഇപ്പൊ കിറ്റക്സുകാരുണ്ടാക്കിയതാണ് ഹൈദരാബാദില്. എവിടെ? ഹൈദരാബാദിൽ. എവിടുന്നാ പോയത് കിറ്റക്സുകാര്? പിന്നിൽ മറ്റേ ഈ സുരസ ചെയ്ത പണിയത് ഇവിടെ പോയി പിന്നിൽ കയറി പിടിച്ചു. ആ മനുഷ്യൻ കുറ്റിയും പറഞ്ഞ് എവിടെ പോയി? ഹൈദരാബാദ്. ആ മുണ്ടെടുത്തിട്ട് കേരളത്തിൽ നരേന്ദ്രമോദി വന്നു പറഞ്ഞാൽ ഇതിൽ ഒരു നാണക്കേടുണ്ടോ ഈ നാടിന്? ഇവിടുത്തെ ഒരു മനുഷ്യൻ ഹൈദരാബാദിൽ പോയി അവിടെ പോയി ഒരു മില്ലുണ്ടാക്കി അവിടെ പോയി തുണി അടിച്ചിട്ട് ആ തുണി എടുത്തിട്ട് എവിടേക്ക് തന്നെ വരണം? എവിടേക്ക് തന്നെ വരണം? കേരളത്തിലേക്ക്. ഇതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ, അല്ലേ? ഈ സുരസയുടെ പണിയാ. നിൽക്കട്ടെ. ഏതായാലും ശ്രീരാം ഇതൊന്നും ഈ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റില്ല. രാമദൂതനായിട്ട് അവിടെ ചെന്നു പല പ്രശ്നങ്ങളും കണ്ടെത്താനേ പറ്റുന്നില്ല സീതാദേവി, ഉണ്ടോ? അവസാനമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നത് ആ വൃക്ഷച്ചോട്ടിലേക്ക് അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴേക്കും പിന്നെ കാണുന്ന കാഴ്ച ശ്രീതാദേവിയോട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് രാവണൻ. ഇന്ന് നീ ഉത്തരം തന്നില്ലെങ്കിൽ നാളെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നീ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന രാവണൻ, ആണോ? അങ്ങനെയാണ് രാമകഥയൊക്കെ പറഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്ന് സീതാദേവി കാണുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാമൻ കൊടുത്ത അങ്കുലിയെ മേടിപ്പിക്കുന്നതും ചൂടാമണി മേടിക്കും, ആണോ? ഇതൊക്കെ കഴിഞ്ഞ ദൗത്യം കഴിഞ്ഞ് എന്നാ പിന്നെ രാവണനെ കണ്ടിട്ടേ വരുള്ളൂ, അല്ലേ? രാവണനെ കാണുന്ന കഥകളൊക്കെ അറിയാലോ. എങ്ങനെ രാവണനെ കണ്ടത്? പേടിച്ചു ഭയന്നിട്ടാണോ? ആ വാലൊക്കെ ചുരുട്ടി അങ്ങനെ അതിന്റെ മുകളിൽ ആണോ? അല്ലയോ? എന്തൊരു ധീരനായിട്ടാണ് കടന്നുപോയത്. അത് കഴിഞ്ഞ് രാവണൻ വാലിൽ തീ കൊളുത്താനൊക്കെ ഏർപ്പാടാക്കി. അത് കൊല്ലാനാണ് പറഞ്ഞത്, വിഭീഷണനാണ് പറഞ്ഞത് കൊല്ലേണ്ട കാര്യമില്ല.
വാലിൽ തീ കൊളുത്തിയാൽ മതി. എന്നിട്ട് ആ വാലിലൊക്കെ തീ കൊളുത്തി ഇവര് വിചാരിച്ച് ആനന്ദിക്കുകയാണ്. പക്ഷെ ഇത് അവസാനത്തെ കത്തിക്കലാന്ന് അവരറിഞ്ഞില്ല. അവരുടെ ജീവിതം തകർക്കുന്ന കത്തിക്കലായി ആണോ? ആ വാലിനെ പിന്നെ ചുരുക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി ചാടി കത്തിക്കുകയാണ്. എന്നിട്ടും ആ സമയത്തുണ്ടോ വിഭീഷണ ഗൃഹം വന്നപ്പോൾ ചാടിയിരിക്കുകയാണ്. വിഭീഷണന്റെ ഗൃഹം വന്നപ്പോൾ മാറി. കാരണം ആ തീര് കത്തിക്കരുത്. ഇതൊക്കെ നല്ല ബോധമുള്ള ആളായിരുന്നു ഹനുമാൻ. അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി വന്ന് കാണുമ്പോൾ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാം. രാമായണത്തിലെ വരികൾ എന്താണ് ആ വരികൾ? സീതയെ കണ്ട ഉടനെ വന്ന ഉടനെ പറഞ്ഞ വരികൾ എന്താണ്? ഇവിടെ നിന്ന് രാമായണേ വായിക്കാറില്ല. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. നാട്ടിലെ രാമായണത്തിന്റെ ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? അയ്യോ, രാമായണത്തിൽ പ്രസിദ്ധമായ ഒരു വരികളുണ്ട്, കേട്ടില്ലേ? ഹനുമാൻ സ്വാമി വന്ന ഉടനെ പറഞ്ഞൊരു വരികൾ കേട്ടില്ലേ? ആരും കേട്ടില്ല? അല്ലല്ല, അയ്യോ, കണ്ടേ സീതയെ ഞാൻ. എന്താണ് കണ്ടേ സീതയെ? നോക്കൂ നിങ്ങൾ, രാമനിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന ഒരാളോട് ഇപ്പൊ നിങ്ങൾ ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു, ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ആ പോയ ആള് തിരിച്ചു വന്നിട്ട് നിങ്ങളോട് പറയണം, ഇവിടെ നമ്മൾ പോയ സമയത്തുണ്ടല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് അറിയേണ്ടത് അയാൾക്ക് പ്രശ്നങ്ങളാണോ? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? പറയൂ, പോയ കാര്യം എന്തായിരുന്നല്ലേ ആണോ? അത് പറയാതെ ബാക്കിയൊക്കെ ഇവിടെ പറഞ്ഞ അത് നാളെ പറയാട്ടോ. നിങ്ങൾക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവില്ലയോ? എന്നാൽ ഇവിടെ ശ്രീരാമസ്വാമി കാത്തിരിക്കുകയാണ്. കാരണം എന്തായിരിക്കും ഇവർ പോയ കാര്യം? അതാണ് ആദ്യം തന്നെ പറയുന്നത്. എന്താണ്? കണ്ടേ സീതയെ. ഇത് കേൾക്കുമ്പോ രാമൻ എങ്ങനെ പ്രതികരിക്കുന്ന അറിയോ? നല്ല മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. ഒരു നിമിഷം അങ്ങനെ എന്താ ഒരു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയിൽ ചെയ്യുന്ന ഒരു മരുന്നാണ്. എന്നിട്ട് പിന്നീട് ആ കഥകളൊക്കെ പറയുന്നു. പോകുന്ന സമയത്തുണ്ടായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പിന്നീടാണ്. ആദ്യം രാമന് വേണ്ടുന്ന ഉത്തരം പറയുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ജീവിതത്തിലേക്ക് വേണ്ടുന്ന അല്ലെ സന്ദേശങ്ങളാണ്. ആണോ അല്ലയോ? രാമനെ അവിടെ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് അമ്പലം ഉണ്ടാക്കാനല്ല, രാമായണത്തിലൂടെ ഒരു സംസ്കൃതി സമൂഹത്തിലേക്ക് പകർന്ന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനാണ്. വേണ്ടതാണോ? അതിന്റെ ഒരു വലിയൊരു മാറ്റം ഈ നാട്ടിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനൊന്ന് മെനക്കെടുന്നുണ്ട്. കാരണം ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഇത്തിരി പുറകിലാണ് ഈ കാര്യത്തിൽ. നിങ്ങളൊന്നും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അടുത്തൊരു തലമുറയെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, നാം ദൈവിക സംസ്കൃതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുവന്നാൽ മാത്രമേ കഴിവുള്ള, കരുത്തുള്ള, കരുതലുള്ള തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. ഏത് സംഭവം വേണ്ടത് നമുക്ക് എല്ലാവരും പറയും? കഴിവുള്ള, കരുത്തുള്ള, കരുതലുള്ള, മറ്റുള്ളവരെ കരുതലുള്ള ഒരു സമൂഹത്തെയാണോ വേണ്ടത്? ആണോ അല്ലയോ? എന്നാൽ ഇന്ന് കഴിവും കരുത്തും കരുതലുമുള്ള സമൂഹമാണോ വരുന്നത്? ആണോ? അല്ല. അപ്പൊ ഈ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യം കഴിവില്ല, അതുകൊണ്ടല്ലേ അന്യരാജ്യങ്ങളിൽ ജോലിക്ക് പോണ്ടി വരുന്നത്. ആണോ? ഇവിടെ തൊഴിലില്ല. ഇനി കരുത്തുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും നേരിടാൻ? അതുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആത്മഹത്യ നമ്മുടെ നാട്ടിൽ നടക്കില്ലേ? ഉണ്ടോ? ഇനി മുതിർന്നവരെ കരുതലുണ്ടോ? അതുമില്ല. കാരണം ഒരുവിധം വീട്ടിൽ നിന്ന് പുറത്തിറക്കപ്പെടുന്നത് പ്രായമുള്ളവരാണ്. ആണോ അല്ലയോ? ഇതാരാ ഉത്തരവാദി? നമ്മളെന്ന് പറഞ്ഞ ആരാ പ്രധാനമായിട്ട്? നമ്മളെന്ന് പറഞ്ഞ ഒഴിവാക്കരുത്. വീട്ടിലെ അച്ഛനമ്മമാരാണ് പ്രധാനമായിട്ട്. ആണോ? അതുകൊണ്ട് ആദ്യം തപസ്സുള്ളവരായി ആര് മാറണം? അമ്മമാരെന്ന് വിചാരിച്ചിട്ടുണ്ടോ? തലമുറകൾ തന്നെ മാറും. എനിക്ക് അമ്മമാരോട് പറയാനുള്ള ഒരു പൊതുവെ ഞാനിത് പറയുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സ്ത്രീകളെ എല്ലാവരും കുറ്റം പറയുന്നത്. നമുക്ക് ഒരു സ്ത്രീ എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം വളരെ സ്ത്രീ ദുർബലയായിരിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയുള്ള, സാധാരണ ആണിനെ പോലെ താരതമ്യം ചെയ്യാൻ പാടില്ല സ്ത്രീയെ. ആണിനും അപ്പുറത്താണ് ആര്? സ്ത്രീ. മാതൃശക്തി കൂടുതൽ ആരില്ല? മാതൃശക്തി ആരിലാണ് കൂടുതൽ? കരുണയുള്ളത് കൂടുതൽ ആരിലാണ്? സ്നേഹമുള്ളത് ആരിലാണ് കൂടുതൽ? പറയൂ നിങ്ങൾ. പലപ്പോഴും സ്ത്രീക്ക് തന്നെ അറിയില്ല സ്ത്രീയുടെ മഹത്വം. ആനയെ പോലെയാണ് സ്ത്രീകൾ.
ആനയ്ക്ക് ആനയുടെ വണ്ണം അറിയിക്കുക പറഞ്ഞ പോലെ ഒരാനയ്ക്ക് ഒരു ചെറിയ സൂചി എടുത്ത് പൊക്കാൻ പറ്റും, വലിയ മരങ്ങൾ എടുത്ത് പൊക്കാൻ പറ്റും. ഉണ്ടോ ഇല്ലയോ? ആനയ്ക്ക് മുന്നിൽ നടക്കാൻ പറ്റും. ഉണ്ടോ ഇല്ലയോ? ആനയാണ് എഴുന്നള്ളത്തിന് മുന്നിൽ പോകുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് സർവസ്വയാണ്. അതുകൊണ്ടാണ് നോക്കൂ, ശ്രീരാമസ്വാമി കാട്ടിൽ പോകുമ്പോൾ സീതയെ മുന്നിൽ നടത്തിക്കൊണ്ട് പിന്നാലെയാണ് രാമൻ പോകുന്നത്. ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, അതിൽ പിന്നാലെ സീതയും, അതിൽ പിന്നാലെ ഞാനും. സീതയെ മുന്നിൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു സ്ത്രീയുടെ ശക്തി എത്രയാണ് മഹത്വം അറിയാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമി പറഞ്ഞു, സീതയെ രാവണന്റെ കയ്യിൽ നിന്ന് സീത മോചിപ്പിക്കപ്പെട്ടപ്പോൾ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ എനിക്ക് വേദനയുണ്ട്. കാരണം ഒരു കൊല്ലക്കാലം സീത രാവണന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് ജനങ്ങൾ സീതാദേവിയുടെ ചാരിത്രത്തെ സംശയിക്കും, പ്രജകൾ കുറ്റപ്പെടുത്തും. ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ സീതയെ പരിഹസിക്കും ആളുകൾ. അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, അല്ലേ? ആണോ ഇല്ലയോ? രാവണന്റെ കയ്യിൽ നിന്ന് സീതയെ കൊണ്ടുവന്നാൽ ഇതെല്ലാം അവിടെ കഴിയുന്നതല്ലേ? അതിൻ്റെ ഇടയിൽ ഗർഭിണിയും കൂടി ആയിക്കഴിഞ്ഞാൽ ആളുകൾ പറയും, ഇതിപ്പോ രാവണന്റെയോ രാമന്റെയോ? സീതയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? പറയൂ. സീത ആ കാര്യങ്ങൾ ഓർത്തിട്ട് രാമൻ പറഞ്ഞു, സീതാദേവി ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് വിഷമമുണ്ട്. അപ്പോഴാണ് സീതാദേവി ലക്ഷ്മണനോട് പറയുന്നത്, എങ്കിൽ ചിതകൂട്ടൂര ലക്ഷ്മണ, ഞാൻ ആര്യപുത്രൻ രാമന് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ അടുത്തും ഉണ്ടാവില്ല. എനിക്ക് രാമൻ ഒഴിഞ്ഞിട്ട് വേറൊരു ജീവിതവും ഇല്ല. അങ്ങനെ തീ അഗ്നി കൂട്ടാൻ, ചിത കൂട്ടാനല്ല, അഗ്നി ഒരുക്കാൻ പറയണം. ആ അഗ്നിയിലേക്കാണ് ശ്രീരാമസ്വാമി 3 പ്രാവശ്യം വലയിപ്പിച്ചുകൊണ്ട് സീതാദേവി ചാടുന്നത്. പിന്നെ അഗ്നിദേവനാണ് പറയുന്നത്, സീതാദേവി പരിശുദ്ധയാണ്, പവിത്രയാണ്, സീതാദേവി തൊടാൻ പോലും രാമന് സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നത്? കാരണം ഒരു സ്ത്രീക്കെതിരെ ഒരു അപവാദം ഒരു വീട്ടിലുണ്ടായാൽ ഒരു കുടുംബം തകർന്നു പോയി. ആണോ? ഒരു ആണിനെതിരെ അപവാദം ഉണ്ടായാൽ കുഴപ്പമില്ല, ഒരു സ്ത്രീക്കെതിരെ പ്രശ്നം ഉണ്ടായാൽ ആ കുടുംബം തകർന്നു. അപ്പൊ ആ അമ്മ അത്ര, ആ ഒരു സ്ത്രീ മുന്നിൽ നടക്കുന്നവരായാൽ പിന്നിൽ കുട്ടികളൊക്കെ വരാൻ തുടങ്ങും. ഈവൻ ഭർത്താവ് പോലും ആരുടെ പിന്നിൽ വരും? ആ ഒരു സ്ത്രീയുടെ, ദൈവീകതയുള്ള സ്ത്രീകളുടെ പിന്നാലെ അവരും വരും. കാരണം അവർക്ക് ആ മഹത്വം മനസ്സിലാവുമല്ലോ. സ്ത്രീകൾ എപ്പോൾ ആത്മീയതയിൽ പുറകിൽ നിൽക്കുന്നു, ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടുന്നു, അന്ന് അവരെ ആളുകൾ ചൂഷണം ചെയ്യുന്നതാണ്. അന്ന് അവരെ ദുർബലകളാക്കും, അബലകളാക്കും. മനസ്സിലായില്ലേ? അവസാനം പ്രായമാകുമ്പോൾ മക്കൾ കൈയൊഴിയും. ദൈവികതയുള്ള ഒരു സ്ത്രീയും ഇതുവരെ ആരും കൈയൊഴിഞ്ഞില്ല. ദൈവികതയുണ്ടോ ആ സ്ഥലം പോലും ദൈവികത ഉള്ളതായി തീരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതാണ് ഭാരതത്തിന്റെ മഹത്വം. തപസ് ചെയ്ത അനേകം അമ്മമാരുടെ തപോഭൂമിയാണ് ഭാരതം. കേരളത്തിലെ ശബരി തീർത്ഥങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും അറിയുന്നറിയില്ല, ധീവര സമൂഹത്തിന് വലിയൊരു ഗുരുസ്ഥാനീയമായ ഒരു അമ്മയുണ്ട്. തൃപ്പയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ അറിയില്ല? തൃപ്പയാർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തൃപ്പയാർ അടുത്ത കാലത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് നമ്മുടെ നരേന്ദ്രമോദിജി പോകണ്ടേ, അതിനടുത്തൊരു തൃപ്പയാർ അമ്മ യോഗിനി മാതാവ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആ വഴിക്ക് പോകുമ്പോൾ കേൾക്കണം. അവിടെ ധീവര സമൂഹം മുഴുവൻ ഒരു ഗുരുസ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട്. അവര് യോഗിനി മാതാവാണ്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ വലിയ തപസ്യാണ് എന്ന അമ്മയായിരുന്നു. ആ തപസ്വിനിയായ അമ്മയുടെ പേരിൽ നമ്മുടെ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. ഇന്നും പോയി കഴിഞ്ഞ വർഷമായിരുന്നു 2023 അമ്മയുടെ 100ാം ജന്മശതാബ്ദി. ആ സമയത്ത് ഭാഗവത സപ്താഹം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇത്രയും ആ നാട്ടിലുള്ള സകല ജനങ്ങളും ഒരു സ്ഥാനം വെച്ച് ആ മഠത്തിൽ വന്ന് ഭജനകളും, അതുകൊണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ തന്നെ ഒരു ആത്മീയതയുള്ള കുട്ടികളാണ്. ഇവിടെ നമുക്ക് ഒരു ആത്മീയ അനുഭാവമുണ്ടെങ്കിലും അതിലേക്ക് അങ്ങോട്ട് ശരിക്കും വന്നു ചേർന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ തന്നെ വരാൻ പോകുന്ന തലമുറകളുടെ തന്നെ ഭാവിയെ മാറ്റിമറിക്കാൻ സാധിക്കും. ഈ നാട് ഒരു പ്രചോദനത്തിന്റെ, അടുത്ത തലമുറകൾക്ക് തന്നെ ഒരു സന്തോഷത്തിന്റെ നാടായി മാറും. അവർ പറയും, ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ നാട്ടിൽ ജനിച്ചതിന്, ഞങ്ങൾ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു അച്ഛനമ്മമാരെ കിട്ടിയത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു മണ്ണായി തീരണം. അതിന് നിങ്ങൾ വേണം നേതൃത്വം കൊടുക്കാൻ. രാവിലെ നേരത്തെ എണീറ്റ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകണം. അപ്പൊ അതിന് രാത്രി നേരത്തെ കടന്നുറങ്ങണം. എങ്കിലേ രാവിലെ കൃത്യമായി നമുക്ക് എണീക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴേ രാവിലെ എണീറ്റാൽ ഉറക്കം തൂങ്ങാതിരിക്കുക. ഇന്ന് നമ്മുടെ ഹിന്ദു ഭവനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഒക്കെ 50 വയസ്സാകുമ്പോഴേക്കും ഷുഗറിനും BP-ക്കും ഒക്കെ മരുന്ന് കഴിക്കുന്ന കാലമാണ്. നിങ്ങളൊന്ന് അമ്പലത്തിൽ പോകാൻ തുടങ്ങി നോക്കൂ. നിങ്ങൾക്ക് ഷുഗറിനും മരുന്ന് വേണ്ട, BP-ക്കും മരുന്ന് വേണ്ട, ഒന്നിനും മരുന്ന് വേണ്ട. കാരണം അന്തരീക്ഷത്തിൽ ഏറ്റവും ശുദ്ധമായ ഓക്സിജൻ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ
ബ്ലഡിന്റെ പ്രവർത്തനങ്ങൾ നന്നാവും, അതേപോലെ പ്രതിരോധ ശക്തി കൂടും, പാൻക്രിയാസ് നല്ലവണ്ണം വർക്ക് ചെയ്യും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് ശരിയായിട്ട് തന്നെ ബ്ലഡ് പ്രഷർ വളരെ ബാലൻസ് ആവും. ഇതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേവലം നിങ്ങൾ വിചാരിക്കേണ്ട തൊഴുതു പോകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യ ശരീരത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതിനും ഒരു പടി മനസ്സിനെ ഉയർത്തി ദൈവീകമാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു തുടക്കം കുറിച്ചുകൊണ്ട് രാമനാമം കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തോണ്ട് ഇതിന് എന്റെ ജീവിതത്തിൽ കഴിവും കരുത്തും കരുതലും, എല്ലാവരും ഇത് പറയുക വാക്ക് ഒന്ന് ഉറക്കം പറയും. കഴിവും കരുത്തും കരുതലും. ഒന്നുകൂടി പറയും. ഇതാണ് രാമായണത്തിലൂടെ, ഈ രാമനാമത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. തലമുറകളിലേക്ക് അതാണ് പകർ. കഴിവുള്ള തലമുറകൾ, കരുത്തുള്ള തലമുറകൾ, മറ്റുള്ളവരെ കരുതലുള്ള തലമുറകൾ ആണോ? വേണോ വേണ്ടയോ? ഇങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് നമുക്ക് കടന്നുപോകാം. അഭിമാനത്തോടെ സന്തോഷത്തോടെ മരിച്ചു പോകാം. നല്ല തലമുറകളെ വാർത്തെടുത്ത കൃതാർത്ഥതയിൽ മരിക്കണം. മനസ്സിലായില്ലേ? ആരാരും നോക്കാനില്ലാതെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റി വളർത്തിയവരൊന്നും ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. സഹതാപത്തിൽ മരിക്കരുത്. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കണം. വേണോ? അതിന് തപസ് വേണം. തപസ്സില്ലാതെ നടക്കില്ല. ഈ തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യനിഷ്ഠ ചില അനുഷ്ഠാനങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഈ സത്സംഗം കൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും നിങ്ങൾ ഇത്രയും പേരെ ഇവിടെ വന്ന് കാണുന്നതിൽ. ഒരു മാറ്റത്തിന്റെ ഒരു ദിവസമാണ് ഇത്. തയ്യാറാണോ എല്ലാവരും? എത്ര പേര് തയ്യാറാണ്? നാളെ മുതൽ ജീവിതം ഒന്ന് മാറ്റിയെടുക്കണം. ഒരു 108 തവണ ഞാൻ രാമനാമം ജപിക്കുന്നു. എത്ര പേര് ഒരു പ്രതിജ്ഞ പോലെ എടുക്കാൻ തയ്യാറുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഞാൻ നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്നിപ്പോ കഴിഞ്ഞു, ഇന്നിപ്പോ വൈകുന്നേരം ചൊല്ലാം, ഇന്ന് മുതൽ 108 തവണ ഞാൻ നാമം ജപിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ആർക്കും ഇല്ലേ ഉറപ്പ്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന മാറ്റം. ക്രമേണ മക്കളുണ്ടല്ലോ. മക്കള് നിങ്ങളെ ഇപ്പൊ കാണുന്ന രീതിയിലല്ല കാണുക. നിങ്ങളുടെ മക്കൾ ഇപ്പൊ കാണുന്ന രീതിയിലല്ല കാണുക. നിങ്ങളിൽ ഒരു ദൈവീകത അവർക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷം തോന്നും. അവർ പറയും അമ്മയോട് എന്തോ സംസാരിക്കുമ്പോൾ സുഖം തോന്നുന്നത്. അപ്പോഴാണ് അവർ അമ്മ എന്ന് പറയുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവരുടെ എന്ത് തള്ളയാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള 24 മണിക്കൂർ ടിവിയുടെ മുന്നിലിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ ബഹുമാനം ഉണ്ടാവുക. അമ്മയാക്കുന്നതും നമ്മളാണ് തള്ളയാക്കുന്നതും. പറയൂ, ആര് തള്ളെന്ന് വിളിക്കുമ്പോൾ ബഹുമാനത്തിലാണോ വിളിക്കുന്നത്? അമ്മ എന്ന് വിളിക്കുമ്പോഴാണോ ബഹുമാനം? പറയൂ. എന്തിനാ അമ്മമാരെ തള്ളമാരായത്? എവിടെയോ ബഹുമാനം നഷ്ടപ്പെടുന്നല്ലേ? ആണോ അല്ലയോ? ആരെ ബഹുമാനം നഷ്ടപ്പെടുത്തിയത്? അമ്മമാരെ. അതുകൊണ്ട് നിങ്ങളുടെ തപസ്സിലാവട്ടെ നല്ലൊരു തലമുറ ഉയർത്തെഴുന്നേൽക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഭാരതം അങ്ങനെ ഒരു ഉജ്ജ്വലതയുടെ നാടാണ്, ഒരു ദൈവീകതയുടെ നാടാണ്. രത്നാകരനെ വാത്മീകിയാക്കിയ നാടാണ്. ആ വാത്മീകിയാണ് രാമനെ നമുക്ക് പരിചയപ്പെടുത്തിയത്, തന്നത്. ആ രാമനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. ആ രാമനിലൂടെ രത്നാകരൻ വാത്മീകിയായതുപോലെ നമ്മളും രാമനാമത്തിലൂടെ മഹാന്മാരായി തീരട്ടെ. നമ്മുടെ തലമുറകളും ദൈവീകതയുള്ള മഹത് വ്യക്തിത്വങ്ങളായി തീരട്ടെ. കഴിവും കരുതലും കരുത്തുമുള്ള തലമുറയിൽ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യം അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഒരിക്കൽ കൂടി സംഘാടകർക്കും ശ്രീ അനിൽജിക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം നിങ്ങളിലൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഉണ്ടാവുമോ? ഉറപ്പാണോ? എന്തോ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്തെങ്കിലും മാറ്റം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഒന്ന് മനസ്സ് ഉറപ്പിച്ചുകൊണ്ടേ കൈ കയറുന്നത്? വെറുതെ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു മാറ്റം ഉണ്ടാവും. ഉറപ്പാണ്. എത്ര പേര് പറയാൻ പറ്റും? ഞാൻ 108 തവണ ഇന്നും നല്ലത് ജപിക്കാൻ പോകണം. നാളെ ഇവിടെ ഒരുപാട് വാത്മീകിമാരുണ്ടാവും. മനസ്സിലായില്ല? ഒരുപാട് വാത്മീകിമാരുണ്ടാവും. അങ്ങനെ ഒരു നാളായി മാറട്ടെ. കഴിയും.
അയോധ്യയിൽ നിന്ന് പൂജിച്ചെത്തിച്ചിട്ടുള്ള അക്ഷതം നമ്മുടെ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ഭവനങ്ങളിലും എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ചെന്ന സമയത്ത് ചില ഭവനങ്ങളിൽ ആളുണ്ടാവാതിരിക്കുക, അടഞ്ഞു കിടക്കുക, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അക്ഷതം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് സ്വാമിജിയുടെ കയ്യിൽ നിന്ന് അക്ഷതം ഈ വേദിയിലൂടെ നേരിട്ട് വാങ്ങാവുന്ന അവസരമുണ്ട്. അതിനുശേഷം അക്ഷതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത്. അപ്പൊ നശിക്കാത്തത് എന്താ? അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അരിമണിയാണ്. അരി എന്ന് പറയുന്നത് നമ്മൾ നെല്ലിൽ നിന്ന് ആവുന്നതാണ് അരി. അത് നശിച്ചു പോകുന്നതാണ്, കേടുവരും. പക്ഷെ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിനെ ചേർക്കുമ്പോഴാണ് അത് അക്ഷതമായി പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അക്ഷതം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് അത്ര വേഗത്തിൽ കേടുവരില്ല. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ അറിയാത്തതായ ഒരു അക്ഷത ശക്തിയുണ്ട്. ഈ അരിക്ക് ചുറ്റും മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിനെ അക്ഷതമാക്കുന്ന പോലെ ക്ഷതമുള്ള നാശമുള്ള ഈ ശരീരത്തെ ഉള്ളിൽ ക്ഷതമില്ലാത്തതായ ഒരു അരി ഇരിക്കുന്നു. ഇത് അരിയാണെങ്കിൽ ഉള്ളിലൊരു അരി ഇരിക്കുന്നു. അരി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തതായ ഒരു ആത്മശക്തി. നമ്മൾ ആത്മാവെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നും കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിലിരിക്കുന്നു ഭഗവാൻ. ആ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവത് ശക്തി ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അക്ഷതം വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ നിങ്ങളത് അവിടെ കൊണ്ടുവച്ചാൽ മാത്രം ദിവസവും ജപിക്കുമ്പോൾ, ഇത് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. അവിടുത്തെ കുഞ്ഞ് രാമന്റെ വിഗ്രഹത്തെ അർച്ചിച്ചതാണ്. അതാണ് നിങ്ങളുടെ വീട്ടിൽ. നിങ്ങൾ നോക്കൂ, അയോധ്യ എവിടെ കിടക്കുന്നു, അവിടെ പൂജിച്ച അക്ഷതമാണ് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നത്. അത്രയൊരു ഭാഗ്യം നിങ്ങളുടെ വീടിൽ ഉണ്ടാവുകയാണ്. അപ്പൊ അത് നിങ്ങളുടെ വീട്ടില് പൂജാമുറി കൊണ്ടുവയ്ക്കുക, ജപിക്കുക. വിളക്കൊക്കെ കത്തിക്കാറുണ്ടല്ലോ, പൂജാമുറികളൊക്കെ കത്തിക്കാറുണ്ടോ വീട്ടില്? എവിടെയാതൊക്കെ നിങ്ങൾ ചുമരിലാണെങ്കിലും അവിടെ വിളക്ക് കൊളുത്താറില്ലേ? അവിടെ നിന്ന് വിളക്ക് കാണിക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ ക്രമേണ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ വീടിന് ഐശ്വര്യപ്രദായകമാകട്ടെ ഈ അക്ഷതം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാത്തവരെല്ലാവരും വാങ്ങിക്കുക. വാങ്ങിച്ചവരുണ്ടെങ്കിൽ വാങ്ങിക്കുക, വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കുക.
പറഞ്ഞിട്ടും കാര്യമില്ല, വെറുതെ അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിനകത്ത് എടുപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പറയിപ്പിക്കാം, അതിനകത്ത് എടുത്തിട്ട് ഫോട്ടോ ഒക്കെ പോരെ. അല്ല മൊബൈല്, ആ മൊബൈലിൽ തന്നെ ഹരി ഓം. ശേഷം സേവാശക്തി ഫൗണ്ടേഷൻ തൃക്കുന്നപ്പുഴ സേവാഭാരതിക്ക് നൽകിയ 5 തയ്യൽ മെഷീൻ്റെ കൈമാറ്റ ചടങ്ങ് സ്വാമിജിയുടെ കരങ്ങൾ കൊണ്ട് താഴെ നടക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഫലവൃക്ഷ തൈ ഇവിടെ ഈ സ്കൂളങ്കണത്തിൽ നടുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും അന്നദാനം ഉണ്ടായത്. അക്ഷരം വയ്ക്കാറില്ലല്ലോ, ഫോട്ടോയ്ക്ക് ഇത് കഴിഞ്ഞു ഫോട്ടോ. ഈ നാട്ടില് ഈ ഉപയോഗിക്കാത്ത തുണി കൂടെ കൊണ്ടുവരാൻ ഒരുപക്ഷെ ഇതിനകത്ത് പൊന്തി കൂടും. എന്നിട്ട് അതില് ഈ ബേസ് സംഖ്യ എടുക്കാം, ഈ സാരി കുടിക്കുന്ന സംഖ്യ എടുക്കാം. ചെറിയ സിമ്പിളായിട്ട് അപ്പൊ നമുക്ക് സംഖ്യകളായി. അതേപോലെ തന്നെ ഈ പില്ലോ കവറുകൾ അതൊക്കെ എടുത്ത് പില്ലോ കവറാണ്. അതുപോലെ ജീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീൻസിന്റെ സാധനങ്ങൾ കുട്ടികളുടെ ജീൻസ് അങ്ങനെയുള്ള കട്ട് ചെയ്തു അതുകൊണ്ട് സ്കൂൾ ബാഗിനൊക്കെ പക്ഷേ ഈ വിഷയം സാധാരണ വിഷയം സാരി പല കളറുകളുള്ള സാരി കട്ട് ചെയ്ത് അതിനെ ചേർത്ത് നല്ല വീഡിയോ അപ്പൊ നല്ലൊരു കുറച്ചുകൂടി ഈ വേസ്റ്റ് സാധനങ്ങൾ തന്നെ ഒരു മാർക്കറ്റിലേക്ക് സേവാഭാരതിയുടെ സേവാ പ്രവർത്തനങ്ങളിലേക്ക് എത്ര മിഷനാണ് 5 മിഷൻ കൂടെ എത്തിക്കുകയാണ്. അത് ഈ നാട്ടിലുള്ള അമ്മമാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കട്ടെ. അവരെ തൊഴിൽ മേഖലയിൽ മാത്രമല്ല സംസ്കാരത്തിലും രൂപപ്പെടുത്താൻ, മാറ്റം വരുത്താൻ ഈ ഒരു പദ്ധതി അതിന് എല്ലാ സൗകര്യങ്ങളും തരാൻ അനുഗ്രഹങ്ങൾ ശരിയായി തീർച്ചയായിട്ടും വിവാഹമുണ്ട്, ദേവിയുണ്ട്.